നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 33 വാക്യം നമ്മൾ പ്രാരംഭമായിട്ട് കേട്ടല്ലോ. നമ്മൾ കോട്ടേജ് മീറ്റിങ്സിൽ കഴിഞ്ഞ ആഴ്ച നമ്മളത് ധ്യാനിച്ചതെന്ന വീണ്ടും അതിൻ്റെ കുറച്ചുകൂടെ എൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവ് ജയിച്ചതിനെക്കുറിച്ചും നമുക്ക് ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങളുടെ മധ്യത്തിലുള്ള സമാധാനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വീണ്ടും കേൾക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ശരിയാണ്, ഇപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും ഒക്കെ നടക്കുന്ന സമയത്ത് ദൈവം എന്താ പല കാര്യങ്ങളും അനുവദിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു നമുക്ക് അറിയത്തില്ല. എന്താ ദൈവം എന്താ ഇങ്ങനെയൊക്കെയുള്ള അല്ലാതെ പത്രവാർത്തകളിലുള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനും പൂർണ്ണമായിട്ടുള്ള ഉത്തരവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ ലോകത്തിൽ ദൈവമക്കളായാലും ദൈവമക്കളല്ലാത്തവർക്കാണെങ്കിലും കഷ്ടമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പറഞ്ഞതുപോലെ കഷ്ടങ്ങൾ അത് നമ്മൾ സ്വർഗത്തിലങ്ങ് എത്തുന്നിടം വരെ എന്തുണ്ട്, സ്വർഗത്തിലങ്ങ് എത്തി പുതിയ ആകാശം പുതിയ ഭൂമി ആകുമ്പോൾ എല്ലാ കണ്ണുനീരും തുടക്കിയെന്ന് നമ്മളവിടെ വെളിപാട് 21 അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതുവരെയും പലതരത്തിലുള്ള പല വേർപാടിൻ്റെ വേദന, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പെട്ടെന്ന് മരണത്തിനിടയാകുമ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ പല അത്യാഹിതങ്ങളോ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അനുവദിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഉത്തരവില്ലെങ്കിലും ദൈവം ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ് നമ്മൾ യോഹന്നാൻ 16 നമുക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലൂക്കോസ് 13 നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ സമയത്ത് നടന്ന 2 അപകടങ്ങളെ കുറിച്ച്, ഒന്ന് ഒരു കൊലപാതകം, രണ്ടാമത് ഒരു അപകടം ത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കർത്താവ് അത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഉപമയൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഈ ലൂക്കോസ് 13:1 ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പിലാത്തോസിനെ ആയിരുന്നു നമുക്കറിയാം. പിലാത്തോസ് റോമൻ ഗവർണറായിരുന്ന ആ പിലാത്തോസാണ് കർത്താവിനെ പിന്നെ ക്രൂശിക്കാനായിട്ട് യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം പിലാത്തോസ് ചില ഗലീലക്കാരെന്ന് പറഞ്ഞാൽ അന്ന് യേശുവൊക്കെ ഗലീലിയയിലെ കാനായിലാണ് കർത്താവ് ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ഗലീലിയയിലെ നസറേത്തിലാണ് കർത്താവ് ജനിച്ച് വളർന്നത് എന്നുള്ള കാര്യമൊക്കെ ജനിച്ചത് ബെത്ലഹേമില്ല, എന്നാൽ വളർന്നത് ഗലീലിയയിലെ നസറേത്തിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ആ ഗലീലിയ എന്ന് പറഞ്ഞാൽ അത് നോർത്തേൺ ഇസ്രായേൽ, അതായത് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഭൂപടം നോക്കുമ്പോൾ അതിന് നോർത്ത് സൈഡിലേക്കാണ് ഗലീലിയ വരുന്നത്. സൗത്തിലാണ്, തെക്ക് ഭാഗത്തായിട്ട് യെരുശലേമൊക്കെ വരുന്നത്. യെരുശലേമിലെ ദേവാലയമൊക്കെ അവര് ഗലീലയിൽ നിന്ന് കർത്താവ് യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിന്റെ പുറത്തായിട്ട് കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. യെരുശലേമിനോട് ചേർന്നുള്ള ആ ഒലിവുമലയുടെ താഴ്വാരത്തിലെ ബethനിയിലെ മറിയത്തെക്കുറിച്ചും മാർത്തയെക്കുറിച്ചും ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ആ ഇസ്രായേലിന്റെ ഭൂപടം നമ്മുടെ എല്ലാവരുടെയും ബൈബിളിന്റെയൊക്കെ അവസാനത്തെ പേജസിൽ ഉണ്ടായിരിക്കും. അത് ഇടയ്ക്കൊക്കെ തിരിഞ്ഞ് നോക്കുന്നതൊക്കെ നല്ലത്. അപ്പം ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ലൂക്കോസ് 13:1. ലോകത്ത് നമുക്ക് കഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ദൈവമക്കളായതിൻ്റെ പേരിലുള്ള കഷ്ടങ്ങളുണ്ട്, അല്ലാതെ ലോകക്കാർക്ക് എല്ലാവർക്കും ഉള്ള പല കഷ്ടങ്ങൾ, പല പ്രയാസങ്ങൾ ഒക്കെ ഉണ്ട്. അത് നിസ്തർക്കമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അത് അവസാന കാലത്തിന് ലക്ഷങ്ങളായിട്ട് തന്നെ പല യുദ്ധശ്രുതികൾ, പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും ഒക്കെ വചനത്തിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ ലൂക്കോസ് 21 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, അവിടെ സമുദ്രത്തിന്റെ കലക്കത്തെക്കുറിച്ച് അങ്ങനെയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ പ്രധാന വരവ് ഏറ്റവും അടുക്കുമ്പോൾ ഉള്ള ഒരു ബർത്ത് പാങ്സ് എന്നുള്ള നിലയിലുള്ള, അല്ലെങ്കിൽ പ്രസവവേദന എന്നുള്ള നിലയിലുള്ള പലതരത്തിലുള്ള കഷ്ടങ്ങളും യുദ്ധങ്ങളും മരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവിന്റെ വരവിന്, രണ്ടാമത്തെ വരവിന്റെ സൂചനകളായിട്ട് ഇതുപോലുള്ള പല കാര്യങ്ങൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, മഹാവ്യാധികൾ എന്നൊക്കെ ലൂക്കോസ് 21 നമ്മളിവിടെ ഒരു വിരൽ വെച്ചിട്ട് ലൂക്കോസ് 21 മഹാവ്യാധികൾ നമ്മളിപ്പോൾ ഒരു കോവിഡിനെ കണ്ടതേ ഉള്ളൂ. ലൂക്കോസ് 21 11-ാമത്തെ വാക്യത്തില്
ഇവിടെ നമ്മൾ ലൂക്കോസ് യോഹന്നാൻ 16 വിരലുണ്ട്. നമുക്ക് എന്തായാലും ദിവസം വെച്ച് 10 വിരൽ ദൈവം തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? 10 വിരലിൽ ഇങ്ങനെ മാറി മാറി പിടിക്കാൻ വേണ്ടിയാ. അപ്പോൾ യോഹന്നാൻ 16 വിരലുണ്ട്, ലൂക്കോസ് 13 വിരലുണ്ട്. ലൂക്കോസ് 21 വാക്യത്തിൽ വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും, ഭയങ്കര കാഴ്ചകൾ, ആകാശത്തിൽ മഹാലക്ഷണങ്ങളും ഉണ്ടാകും. അതിനുശേഷമുള്ള ഉപദ്രവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ 25 വാക്യം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് വായിച്ചായിരുന്നു. സൂര്യനിലെ ചന്ദ്രനിലെ നക്ഷത്രങ്ങളിലെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ, സൈൻസ് ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ സുനാമിയൊക്കെ വന്നപ്പോൾ അതുപോലുള്ള കാര്യങ്ങളായിരുന്നു. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അങ്ങനെയൊക്കെയുള്ള, അതായത് ആ ഭയം കൊണ്ട് തന്നെ ആൾക്കാരങ്ങ് നിർജീവന്മാരായി പോകും, അതായത് പേടിച്ച് അങ്ങ് ബോധം കിട്ടു പോകും. അതുപോലെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ. ഇപ്പം കോവിഡിന്റെ സമയത്ത് ചുറ്റും മരണങ്ങൾ നടന്നപ്പോൾ ആൾക്കാർ പേടി കൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതായിട്ടൊക്കെ എത്രയോ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഭയം കാരണം തന്നെ ഫെയിന്റിങ് ഫ്രം ഫിയർ ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദ തിങ്സ്, ലൂക്കോസ് 21:26 വായിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രന്റെ ശക്തിയോടും മഹാതേജസ്സോടും കൂടി മേഘത്തിൽ വരുന്നത് അവർ കാണുന്ന ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ കർത്താവ് വരും. ഇന്ന് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും, ഭൂകമ്പങ്ങളും, മഹാവ്യാധികളും, കടലിന്റെ ഓളങ്ങളും, ഓളത്തിന്റെയും മുഴക്ക നിമിത്തമുള്ള ഭൂമി, അങ്ങനെയൊക്കെയുള്ള പല പ്രതിഭാസങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റനേകര് ഭയത്താല് ഫെയിന്റ് ചെയ്യുമ്പോൾ, പരിഭ്രമത്തോടു കൂടി പേടിച്ചും നോക്കി പാത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകുമ്പോൾ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് സ്ട്രെയിറ്റൻ അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരീയമായിട്ട് നമ്മൾ നിവർന്ന് നിൽക്കണം. നമ്മുടെ നട്ടലിന് അത് നല്ലതെന്ന് നമുക്കറിയാം. എന്നാൽ ആത്മീയമായിട്ട് നമ്മൾ നിവർന്ന് എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡൊക്കെ നമ്മളൊന്ന് ഉറപ്പിച്ച്, എൻ്റെ കോളേജിൽ ക്യാമ്പസിൽ ഞാൻ കർത്താവിൻ്റെ ഒരു സാക്ഷി തന്നെയാണോ ചെറുപ്പക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടല്ലോ, നമ്മുടെ സ്കൂളിൽ കോളേജിലെ ക്യാമ്പസിൽ കർത്താവിനെ പ്രതി നമുക്ക് നമ്മളുടെ ബൈബിളുമായിട്ടൊന്ന് ഞങ്ങളവിടെ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് ഒരു എല്ലാ ദിവസവും അവിടെ ഹോസ്റ്റൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ പ്രത്യേകം. അതിൻ്റെ സൗകര്യങ്ങൾ എല്ലാവരും കൂടെ കൂടി വരുന്നൊരു വ്യാഴാഴ്ച അവിടെ ഒരു കാത്തലിക് ചാപ്പൽ ആ പരിയാരം മെഡിക്കൽ കോളേജിന്റെ തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പേരിൽ അങ്ങനെ സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ ബൈബിളും പാഠ്യപുസ്തകങ്ങളും എല്ലാം കൂടെ ഞാൻ മനഃപൂർവ്വം കവർ പിടിച്ചാലും ഞാൻ ബൈബിൾ കൊണ്ട് ആൾക്കാർക്ക് അറിയിക്കുമ്പോൾ ഞാൻ കവർ എടുക്കാതെ പലപ്പോഴും ബൈബിളും പാഠ്യപുസ്തകങ്ങളും കവറില്ലാതെ എല്ലാവരും കാണട്ടെ എന്നുള്ള നിലയിൽ നിവർന്ന് നമുക്ക് നട്ടലോടുകൂടി അങ്ങനെ സാങ്ക്വേർ പലപ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കപ്പലിലായിരുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ ഒരു ആത്മീയ നട്ടലുണ്ടായി. നമ്മൾ ഇതിനോട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ലൂക്കോസ് 13 പോയി, ലൂക്കോസ് 21 വന്നു. ഓക്കെ, ഞാൻ 16 തിരിച്ചു പോകണം ഞാൻ പറഞ്ഞു വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് അപ്പൊ ഇപ്പൊ നമ്മള് ഈ എക്സസൈസിനും ജിംനേഷ്യത്തിലൊക്കെ പോകുന്നവർക്ക് അറിയാം, ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെതായ ചില എക്സസൈസസ് ഉണ്ട്, ഇങ്ങനെ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അന്നാലെ ആ ബാക്കിലുള്ള മസിൽസ് ഒക്കെ സ്ട്രോങ് ആയാലേ സ്പൈനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഊന്നിപ്പോവും എന്ന് പറയുന്നത് പോലെ ആത്മീയമായിട്ട് ചില കർത്താവിന് വേണ്ടി ചില സ്റ്റാൻഡ് എടുക്കേണ്ട ചില സമയങ്ങളിൽ കൂട്ടുകാർ നമ്മളെ ഇന്ന കാര്യത്തിന് വിളിക്കും, വേറെ ചില കാര്യത്തിന് വിളിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്നൊരു കുറച്ച് സമയം വേസ്റ്റ് ചെയ്യാൻ ചില ഗോസിപ്പ്, ചില പരദൂഷണം, പലതരത്തിലുള്ള എന്തെങ്കിലും സിനിമാ കഥ, അല്ലെങ്കിൽ ടീച്ചർമാരെ കമന്റ് അടിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ചില ഇന്നാർക്ക് ഇന്ന റിലേഷൻഷിപ്പ്, ഇന്നാക്ക് അവിടെ അവളത് അങ്ങനെ അത് ചെയ്ത് കണ്ടോ, അവളിങ്ങനെ പറഞ്ഞത് കണ്ടോ, മറ്റവരങ്ങനെ പറഞ്ഞത് കണ്ടോ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ക്യാമ്പസിൽ മാത്രമല്ല എല്ലായിടത്തും ഓഫീസുകളിലും സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും എവിടെ മനുഷ്യർ എവിടെയൊക്കെ ഉണ്ട് അവിടെ അല്ലേ, അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മളൊന്ന് നിവർന്ന് നിൽക്കണം. അവിടെ നമുക്ക് ജിംനേഷ്യത്തിൽ ഈ റോയിങ് എക്സസൈസ് മാതിരി ബാക്കിന്റെ സ്ട്രേറ്റ് ചെയ്യുന്ന എക്സസൈസ്, റോയിങ് എക്സസൈസ്, ഈ വെള്ളം തുടങ്ങി നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ അവിടെ അതുപോലുള്ള റെസിസ്റ്റൻസ് വരുമ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പിശാചിന്റെ ലോകത്തിന്റെ ജഡത്തിന്റെ പല എതിർപ്പുകളും ലോകത്തിൻ്റെതായ പലതരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്, അത് നിവർന്ന് നിന്ന്, അതാണ് നമ്മളിപ്പോൾ ലൂക്കോസ് 21:28 വായിച്ച് നിവർന്ന് സ്ട്രെയിറ്റൻ അപ്പ് ആൻഡ് ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ്സ്, തലയൊക്കെ ഒന്ന് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കുക. എൻ്റെ കർത്താവ് ആകാശമേഘങ്ങളിൽ വരാറായി, ഞാൻ സ്വർഗോന്നതങ്ങളിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തേണ്ടതുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് ഞാൻ ലൂക്കോസ് 13 വരുക. ലൂക്കോസ് 13 അപ്പോൾ അവിടെ പിലാത്തോസ് റോമൻ ഗവൺമെന്റിലായിരുന്നു ഇസ്രായേൽ. അപ്പം ആ ഇസ്രായേലിന്റെ നോർത്തേൺ ഇസ്രായേലുള്ള ഈ ഗലീലക്കാരുടെ ചോര
അവരുടെ യാഗങ്ങളിലെ കലർത്തിയ വർത്തമാനം യേശുവിനോട് അറിയിക്കുമ്പോൾ അതിന് അവൻ ഉത്തരം പറഞ്ഞത്. യേശു ഇങ്ങനെയൊക്കെയുള്ള ചില വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമല്ലേ നടന്നത്, അത് യഹൂദന്മാരുടെ ചോര. അപ്പോൾ കർത്താവ് എന്താ ഉത്തരം പറഞ്ഞത്? ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുകയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു, അവരെന്തോ മോശക്കാരായിരുന്നു, അവർ നമ്മളെക്കാളും മോശക്കാരായതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. അങ്ങനല്ല. പിന്നെന്താ പറയുന്നത്? ആ ഗലീലക്കാര് ബാക്കിയുള്ള ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ലല്ല, അങ്ങനല്ല. മാനസാന്തരപ്പെടാന് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ഒരു മാനസാന്തരത്തിലേക്ക് ഒരു ആഹ്വാനം. നമ്മുടെ ഒരു പലതരത്തിലുള്ള അപകടം നടക്കുന്നു നമ്മളുടെ ജീവിതത്തിലും. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സന്തരപ്പെടുക, മനസ്സ് മാറ്റുക. മെറ്റനയോ, ചേഞ്ച് യുവർ മൈൻഡ്. മനം തെരുമ്പതൽ എന്ന് തമിഴിൽ പറയുന്ന കണക്കായത് എനിക്കായിട്ട് അറിയാതെയൊക്കെ എൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഓർക്കം ചെയ്തതിനെ കുറിച്ച് ഇന്ന് കേട്ടോണ്ടിരുന്നത്. അപ്പം എൻ്റെ ഇഷ്ടം പോലെ ഞാനങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു 180 ഡിഗ്രി ഒരു എബോട്ടൺ എടുത്ത് മനം തിരിഞ്ഞ് കർത്താവേ, ലോകക്കാരെ പോലെയല്ല എൻ്റെ കൂട്ടുകാരെന്ത് പറയുന്നു, എൻ്റെ നാട്ടുകാരെന്ത് പറയുന്നു, എൻ്റെ ബന്ധുക്കൾ എന്ത് പറയുന്നു, എൻ്റെ സുഹൃത്തുക്കൾ എന്ത് പറയുന്നു, അവരുടെ ഓളത്തിനനുസരിച്ച് താളം തുള്ളാനല്ല, മറിച്ച് അവിടുത്തെ വചനം എന്താ പറയുന്നത്, അവിടുന്ന് എന്താ എന്നോട് പറയുന്നത്, അവിടുന്ന് ഈ സമയത്ത് എങ്ങനെ സമയം ചെലവഴിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന്. ചിലർ എന്നെ കുറിച്ച് പരദൂഷണം തരും, ചിലർ എന്നെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ എന്നെ പ്രകോപിപ്പിക്കാൻ വരുന്നു. ഞാൻ ഇങ്ങനെ കർത്താവേ സംയമനത്തോടെ ശാന്തതയോടെ ആ ഒരു സ്നേഹത്തോടെ പ്രതികരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂട്ടുകാരുടെ ഭാഗത്തുനിന്നോ നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ഒക്കെ ചില സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിൽ നിവർത്തി അവിടെ ഒരു കാർക്കശ്യത്തോടെ എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യമില്ല എന്ന് താഴ്മയോടെ എന്നാൽ ഒരു ഉറപ്പോടെ ആ ഒരു കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാനസാന്തരം. അപ്പൊ ആ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാൻ നാരായണ പലപ്പോഴും പറയും, രാജീവ് പ്രാർത്ഥിക്കുമ്പോഴും ആ മാനസാന്തരം എന്നുള്ള വാക്യപ്പെട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. മാനസാന്തരത്തിനായിട്ട് ജീവിതത്തിന് വചനം കേൾപ്പിക്കുന്നത് ആ ഒരു നമ്മള് കർത്താവ് പറയുന്നൊരു കാര്യം റിപ്പന്റ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും അത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ എല്ലാത്തിന്റെ അതിന്റെ പൂർണ്ണത്തിന് ദൈവം എന്തുകൊണ്ട് അവർ കൂടുതൽ പാപികളായതുകൊണ്ടൊന്നുമല്ല. നമ്മളെക്കാട്ടിൽ എത്രയോ നല്ല മനുഷ്യരുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നുമല്ല. എന്നാൽ ഇതുപോലെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം ചില കാര്യങ്ങൾ അനുവദിച്ചു. എന്നാൽ അവിടെ എല്ലായിടത്തും ദൈവത്തിന്റെ ഒരു സന്ദേശം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമുക്കും അതുപോലെ എന്നുള്ളൊരു രീതിയിൽ ആ ഒരു സന്ദേശം അവിടെ പറയുന്നത്. മാനസാന്തരപ്പെടില്ല, നമ്മൾ ദൈവത്തിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് അടുത്ത് വരുവാൻ, നമ്മളുടെ ജീവിതത്തിൽ നൈമിഷികമാ എന്താ നമ്മളെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന ദിവസം ആളില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരില്ല, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തെല്ലാം ഈ ലോകത്ത് എന്തെല്ലാം വലിയ പണവോ പ്രതാപങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിന്റെ കാര്യം അത്രയേ ഉള്ളൂ. നമുക്കൊന്നും പുകഴാനോ അഹങ്കരിക്കാനോ ഒന്നും ഇല്ല. അപ്പം മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് ലൂക്കോസ് 13-3 വാക്യം എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അല്ല സിലോഹാമിലെ ഗോപുരം, സിലോവും ടവർ ഇൻ സിലോവും സിലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേര്. അപ്പൊ കർത്താവ് വേറൊരു ഇൻസിഡന്റും കൂടെ. അപ്പൊ ഈ റിപ്പോർട്ട് ഇങ്ങനെ ഗലീലക്കാരുടെ ചോര പിലാത്തോസ് അവിടെ യാഗങ്ങളെ കലർത്തി വർദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതിന്റെ ഉത്തരം പറയുന്നു. ആ സമയത്ത് തന്നെ നടന്ന കർത്താവ് കറണ്ട് ഈവൻസ് ഒക്കെ കർത്താവ് ന്യൂസ് പേപ്പർ വായിക്കുകയെന്ന് ചോദിച്ചാൽ അന്നത്തെ ന്യൂസിനെ കുറിച്ച് കർത്താവ് അവെയർ ആയിരുന്നു എന്നുള്ളൊരു കാര്യമില്ല. കർത്താവ് സ്വർഗീയ മനസ്സിലായിരുന്നു, ഭൂമിയിലെ കാര്യമൊന്നും അറിഞ്ഞില്ല, അയൽപക്കത്ത് നിന്ന് നടന്നതെന്ന് അറിഞ്ഞില്ല, അങ്ങനെയല്ല. ബാക്കി അവിടെ നിന്നൊക്കെയാണ് ചുറ്റും നടക്കുന്നുള്ള കാര്യമൊക്കെ കറണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കർത്താവിന് അവെയർ ആയിരുന്നു. അപ്പം സിലഹാമിൽ ഗോപുരം വീണ് എത്ര പേര് മരിച്ചു എന്നുള്ള കാര്യമൊക്കെ കർത്താവിന് അറിയാം. കർത്താവ് ദൈവമായതുകൊണ്ട് അറിഞ്ഞതല്ല, കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് തന്നെ വിളിച്ച് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് കർത്താവ് കാര്യങ്ങൾ അന്നത്തെ ന്യൂസ് അനുസരിച്ചൊക്കെ അറിഞ്ഞു. ആ 18 പേര് അപ്പൊ സിലഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേര് യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ. അവര് വേഴ്സ് കൾപ്രിറ്റ്സ് ആയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു? അല്ലല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതം വന്ന് ആരെങ്കിലും മരണമടയുമ്പോൾ അവർ നമ്മളെക്കാട്ട് മോശക്കാരല്ല, ഒരിക്കലും അല്ല. എന്നാൽ മാനസാന്തരപ്പെടാഞ്ഞാല് നമ്മളോട് കഥ പറയുന്നത് എന്താ? ഇതെല്ലാം ലോകത്ത് എവിടെ എന്തെല്ലാം ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നടന്നാലും അവിടെ നമ്മളെ തന്നെ താഴ്ത്താനും കൂടുതലും ഒരു ആഴത്തിലുള്ള ഒരു മാനസാന്തരത്തിലേക്ക്, ആഴത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഇഷ്ടമല്ല കർത്താവ്, അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ ഒരു 180 ഡിഗ്രി അബൌട്ട് ടേൺ അടിക്കുക. നമ്മൾക്ക് ജീവിതത്തിൽ യേശുവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തകളും മനോഭാവങ്ങളും ചിലപ്പോൾ ചില അസ്വസ്ഥതകളോ ആകുല ചിന്തകളോ കയ്പോ അശുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും, നമ്മുടെ നികളവോ സ്വാർത്ഥതയോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, നമ്മുടെ മെറ്റീരിയൽ തിങ്സിനെ കുറിച്ച് ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ ആ ഒരു പറ്റിച്ചേരില്ല, ആ ഭൗതിക വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു കാര്യങ്ങളോ പണത്തെ സ്നേഹിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മനുഷ്യമാനത്തെ തേടുന്ന കാര്യമോ
അതുപോലെ എന്തെല്ലാം പാപത്തെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ദൈവം നമുക്ക് കാണിച്ചു തരുമ്പോൾ അവിടെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് അല്ലല്ല മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് നശിച്ചു പോകുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കർത്താവ് ഫലമില്ലാത്ത അത്തിയുടെ ഉപമ ഫലം തേടി ഓരോ വർഷവും വരുന്നതും ഓരോ പുത്രൻ അവിടെ തോട്ടക്കാരനോട് പിതാവിനോട് അപേക്ഷിക്കുക, നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുക, പക്ഷപാതം ചെയ്യുക, ഒരു വർഷം കൂടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ അതുപോലുള്ള ഒരു പല കാര്യങ്ങളിലേക്ക് ഫലമില്ലാത്ത അത്തിയെ വെട്ടിക്കളയുന്നതിൻ്റെ ഒരു കാര്യമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ തിരിച്ച് യോഹന്നാൻ 16 നമുക്ക് വരാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള കഷ്ടങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ അത് പ്രകൃതിയുടെ അത്യാഹിതങ്ങളാവട്ടെ, അതുപോലുള്ള അപകട മരണങ്ങളോ കൊലപാതകങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാത്തിനും അവർ നമ്മളെക്കാട്ടി മോശക്കാരൻ ആയതുകൊണ്ടല്ല. എന്നാൽ നമ്മളോട് ദൈവം പറയുന്നത് എന്താ, നമ്മളും യഥാർത്ഥത്തിലുള്ള ഒരു ആഴത്തിലേക്ക് ഒരു മാനസാന്തരത്തിലേക്ക് വരാനും ഈ ഭൂമി എത്ര നൈമിഷികമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കർത്താവിലുള്ള ഒരു സ്വസ്ഥത, അത് നമ്മളിപ്പം വായിച്ച് യോഹന്നാൻ 16:33 ആ 16:33 എന്നില് നിങ്ങൾക്ക് സമാധാനമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ആ ഒരു വലിയൊരു കോൺട്രാസ്റ്റ് കർത്താവ് പറയുന്നത്. അത് കർത്താവ് ഗെത്സമനെ തോട്ടത്തിലേക്ക് കയറി പോകുന്നത് 18-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലാണ്. അതിനുശേഷം അറസ്റ്റൊക്കെ നടക്കുന്നത്. 17-ാമത്തെ അധ്യായം മൊത്തം കർത്താവിൻ്റെ ഒരു വലിയ പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന, 26 വാക്യങ്ങളുള്ള ഒരു അധ്യായം. അപ്പം കർത്താവിന്റെ ദീർഘ സംഭാഷണം യോഹന്നാൻ 13 ഒരു 3.5 അധ്യായം അല്ലേ, 14, 15, 16, 3 പിന്നെ 3.25 അധ്യായം എന്ന് പറയാം. 14, 15, 16 3.25 അധ്യായമുള്ള ഗിരിപ്രഭാഷണം 3 അധ്യായമാണ്. മത്തായി 5, 6, 7 ആണെങ്കിൽ കർത്താവിന്റെ ഒരു ദീർഘ സംഭാഷണം, ഡിസ്കോഴ്സ്, അപ്പർ റൂം ഡിസ്കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അപ്പർ റൂമിലും ഒരു പക്ഷേ ഒലിവുമലയിലും ഒക്കെ ആയിട്ട് സംഭവിച്ച ഈ ഒരു വലിയ ദീർഘ സംഭാഷണം അത് 3.25 യോഹന്നാൻ 13:31 മുതൽ അത് ചെന്ന് അവസാനിക്കുന്ന ആ ഒരു ഭാഗമാണ് ഇപ്പം ആ വാക്യം. യോഹന്നാൻ 16:33 നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വാക്യം കഴിഞ്ഞതിന്റെ അങ്ങേ വെള്ളിയാഴ്ച ആ വാക്യത്തിൽ വരെ എത്തിയെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച അതിൽ നിന്ന് നെഗസ്താമ്പ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുപോലെ അവിടെ തന്നെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഒക്കെ ചെന്നാൽ ഇന്ന് നമ്മൾ കൂടുതലും ആ കാര്യങ്ങളെ വീണ്ടും ആ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളും ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് യോഹന്നാൻ 15:11 കർത്താവ് പറയുന്നുണ്ട്, ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ കൊമ്പിന്റെയും മുന്തിരിവള്ളിയുടെയും കാര്യമൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ 15:11 എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും അല്ലെങ്കിൽ വസിപ്പാനും, മെനോ എന്നുള്ള അതേ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എന്റെ സന്തോഷം നിങ്ങളിൽ വസിക്കുവാനും അല്ലെങ്കിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇവന് 2 ഡോസ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ, മറിച്ച് നമുക്ക് സന്തോഷം ഉണ്ടാകാനാണ് സംസാരിക്കുന്നതെന്ന് 15:11 നമ്മൾ വായിച്ചു. ഇപ്പൊ നമ്മൾ എന്താ വായിച്ചേ? 16:33 നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ വചനം അതിനു വേണ്ടിയാണ്. കർത്താവിന്റെ വചനം നമ്മളുടെ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യത്തിൽ കർത്താവിന് അറിയാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്കെതിരെ വലിയ കർത്താവിന് അറസ്റ്റ് ചെയ്യപ്പെടും, ഇവരങ്ങ് ചിതറിപ്പോകും ശിഷ്യന്മാര്. അതിനുശേഷം ഇവർക്ക് വല്ലാത്തൊരു കഷ്ടസമയമായിരിക്കും. അപ്പം എന്തൊക്കെ നാളിൽ പരിശുദ്ധാത്മാവ് ഇവരെ വന്ന് അതുപോലെ ബലപ്പെടുത്തുന്നിടം വരെ ഇവർ വല്ലാത്തൊരു പ്രസവവേദനയിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ അത് താങ്ങുവാനൊക്കെയുള്ള കർത്താവ് പല കാര്യങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് വരും എന്നുള്ളൊരു കാര്യം തന്നെ അവര് ആ ഒരു മൃഗത്തോടെ ഭാരത്തോടെ ആ ഒരു ഹൃദയഭാരത്തോടെ കർത്താവിനെ കാത്തിരിക്കാനായിട്ടും അവർ ഒരുക്കപ്പെടാനായിട്ടും അവരുടെ ആ ഒരു ജഡമാകുന്ന തിരശ്ശീല അവരുടെ സ്വയബലമൊക്കെ ഒന്ന് ഉടയ്ക്കാനായിട്ട് ദൈവം 50 ദിവസങ്ങൾ അതിനിടയിൽ 50 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 40 കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം 40ഓളം ദിവസം ശിഷ്യന്മാർക്ക് പ്രദക്ഷിണായി. ആ കർത്താവ് ക്രൂശിക്കപ്പെട്ട നാൾ മുതൽ പെസഹ നാൾ മുതൽ 50ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളില്ല, ആ 40 കഴിഞ്ഞ് പിന്നെ 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവരുടെ മേൽ വരുന്നതായിട്ട് അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ 50ഓളം ദിവസങ്ങൾ, ആ 50 ദിവസങ്ങൾ അവരതുപോലെയൊക്കെയുള്ളൊരു മുറുക്കത്തിലൂടെ കഷ്ടത്തിലൂടെ പിന്നെയും ഓഫ്കോഴ്സ് അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള പല കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവരെ പിടിച്ച് ചാട്ടവാറടിക്കുന്നതും അതുപോലെയൊക്കെയുള്ള പല ചോദ്യം ചെയ്യലുകളും ജയിലിൽ പിടിച്ചടയ്ക്കുന്നതും കാല ആമത്തിലിടുന്നതും അങ്ങനെയൊക്കെയുള്ള പല കഷ്ടങ്ങളുടെ കാര്യം. കർത്താവിന് വേണ്ടിയുള്ള കഷ്ടങ്ങളുണ്ട്. പിന്നെ ലോകത്തിലെ പൊതുവെ വിശ്വാസികൾക്കായാലും അവിശ്വാസികൾക്കായാലും ഉള്ള പല കഷ്ടങ്ങളുണ്ട്. കർത്താവിനെ വിശ്വസിക്കുന്നതുകൊണ്ടൊരു കഷ്ടങ്ങളുണ്ട്. പിന്നെ നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഉള്ള കഷ്ടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മത്തായി 5:10-11 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു കേട്ടു. കർത്താവിനെ പ്രതി ഉള്ള പീഡനമുണ്ട്. നമ്മൾ ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. മത്തായി 5-ാം അധ്യായത്തിൽ
അവിടെ നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവരും കർത്താവിനെ പ്രതി പീഡിക്കപ്പെടുന്നവരും അത് രണ്ടും ഒന്നല്ലേ നമുക്ക് തോന്നാൻ എല്ലാം എസെൻഷ്യലി ഒന്നാണ്. എങ്കിൽ പോലും അതൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ മത്തായി 5-ന്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യമൊക്കെ ബ്രദർ വായിച്ചല്ലോ. എന്താ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ് അവർക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് പറയാം 11-ാമത്തെ വാക്യത്തിൽ എന്റെ നിമിത്തം, ബിക്കോസ് ഓഫ് മീ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നു, കർത്താവിനെ നിമിത്തം, കർത്താവിനെ വിശ്വസിക്കണം, കർത്താവ് മാത്രമേ ഏകദേശം ദൈവമായിട്ടുള്ളൂ എന്ന് നമ്മളെ വിശ്വസിക്കുകയും ആ സുവിശേഷം നമ്മളെ കർത്താവിലൂടെ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, എന്തെങ്കിലുമൊക്കെ പാരമ്പര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന പറ്റത്തില്ല, ഈ ഒരു സത്യത്തിലേക്ക് വരണം എന്ന് നമ്മളുടെ കൂടെ ഉള്ളവരോട് പറയുമ്പോൾ ഇവരുടെ ദൈവത്തിന് മാത്രമേ, ഞങ്ങളുടെ ദൈവത്തിന് എന്താ കുറവുണ്ടോ, ഇവർക്ക് എന്തോത്തിന്റെ കുഴപ്പമോ, ഇവര് വലിയ തീവ്രവാദികളാണ്. ആ കർത്താവിനെ നിമിത്തം, നമ്മൾ ഈ കർത്താവിനെ ഏറ്റു പറയുന്ന നിമിത്തം നമ്മളെ ബാക്കിയുള്ള അന്ധവിശ്വാസങ്ങളോ വിഗ്രഹാരാധനയോ ഒക്കെ വിട്ടുതിരിയുമ്പോൾ അതിൻ്റെ ഇപ്പം ഇവരെ ഇങ്ങനെ കാര്യത്തിന് പണം കൊടുക്കുന്നില്ല, ഇങ്ങനെ കാര്യത്തിന് അവര് കൂട്ടു നിൽക്കുന്നില്ല, നമ്മളുടെ കുടുംബത്തിന് മാനക്കേടായി, അതാണ് പറയുന്നത് കർത്താവിനെ നിമിത്തം നമ്മളെ പകയ്ക്കുന്നു, അങ്ങനെയുള്ള കഷ്ടങ്ങൾ. അതാ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുകയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തുള്ളിച്ചാടണമെന്ന് ലൂക്കോസ് 6-ാം അധ്യായത്തിൽ ഇതേ പോർഷനിൽ പറയുന്നത്. കർത്താവ് തുള്ളിച്ചാടണം എന്ന് പറയുന്നത് ഇന്ന് പലരും മീറ്റിങ്ങിൽ തുള്ളിച്ചാടുന്നവരുണ്ട്. ഇന്ന് കർത്താവ് തുള്ളിച്ചാടാൻ പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആത്മാവിൽ തുള്ളിച്ചാടണം. പിന്നെ നമുക്ക് വേറെ ആരും ചുറ്റും ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തുള്ളിച്ചാടുന്നതിന് മുറി അടിച്ചിട്ട് തുള്ളിച്ചാടിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആൾക്കാർ പറയും. ലൂക്കോസ് 6-ൽ ഇതേ പോർഷൻ ലൂക്കോസ് 6-ൽ വായിക്കുമ്പോഴേ തുള്ളിച്ചാടണം എന്ന് പറയുന്നത്. ഞാൻ ആ ലൂക്കോസ് 6-ലെ 23 എൻ്റെ ഓർമ്മ നോക്കട്ടെ. ലൂക്കോസ് 6-ാം അധ്യായത്തിൽ അതിൻ്റെ 23-ാമത്തെ വാക്യം, അതായത് ഇപ്പം 22 നമ്മളിപ്പം വായിച്ച വാക്യം മത്തായി 5-10 വായിച്ചു. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി, അതായത് ഓസ്ട്രസൈസ്, ഭ്രഷ്ടരാക്കി നിങ്ങളെ. എൻ്റെ ഇപ്പം കൂട്ടുകാരുടെ ക്യാമ്പസിലൊക്കെ ഇവൻ വലിയ ഭക്തൻ, ഇവൻ വലിയ പരിശുദ്ധം വന്നിരിക്കുന്നു, പുണ്യവളം വന്നിരിക്കുന്നു, ഇവൻ ഞങ്ങളുടെ കൂടെ ഒന്നും കൂട്ടത്തില്ല, ഭ്രഷ്ടരാക്കി, ഓസ്ട്രസൈസ് ചെയ്തത്, അവരുടെ കൂട്ടത്തില്ല. അതുപോലെ ഇവള് ഭയങ്കര ഭക്ത വന്നിരിക്കുന്നു, ഒരു ഭക്ത ശിരോമണി, ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കറങ്ങാൻ പോവാ, നീ ഒന്നും വരണ്ട എന്ന് പറയുന്ന ഓസ്ട്രസൈസ് ചെയ്യുന്ന കാര്യം. അതാ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് നിമിത്തം ഇടുമ്പോൾ എന്നൊക്കെ നമ്മൾ ആ ഒരു പാട്ടിൽ കത്തിച്ചേർന്നവൻ നിൽക്കുന്നേ. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും സ്ത്രീകളൊക്കെ, അതുപോലെ നമ്മുടെ പല സൗകര്യങ്ങൾക്കും എല്ലാം അതുപോലുള്ള ഒരു അനുഭവങ്ങളുള്ള കാര്യം നമുക്കറിയാം. എന്നുവെച്ചാൽ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആ ഒരു അതുപോലെ ശാപവാക്കവും ഇതിനെ കൊണ്ട് അങ്ങനെ എന്നാൽ അവരെ കൊണ്ടെല്ലാം ദൈവം ഇന്ന് തിരിച്ച് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നുള്ളത് 1 ശമൂവേൽ 2:30 വാഗ്ദത്തം. നമ്മൾ കർത്താവിനെ മാനിക്കുമ്പോൾ ശരി, നമ്മുടെ ഇല്ലാത്ത കഷ്ടങ്ങളിലൂടെ കടന്നു പോയി കർത്താവ് മാനിക്കുന്ന, അവരുടെ മുമ്പാകെ ആ ശത്രുക്കളുടെ മുമ്പാകെയും മേശൊരുക്കുന്ന, അന്ന് നമ്മൾ നിന്ദിച്ചവർ തന്നെ ആവശ്യത്തിനായിട്ട്, ഓരോ കാര്യത്തിനായിട്ട്, കൺസൾട്ടേഷനായിട്ടും ഓരോ പല ആവശ്യങ്ങൾക്കായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഒക്കെ വിളിക്കാനും പറയാനും വന്ന് കാത്തു കിടക്കാനും ഒക്കെ തക്കവണ്ണം ദൈവം കാര്യങ്ങളെ ഒരുക്കുന്ന ജീവിതം എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് സാക്ഷ്യമായിട്ട് പറയാനൊക്കെ. അപ്പം അങ്ങനെ വിടക്കുന്നെണ്ണി തള്ളുന്ന ഒരു സമയമുണ്ട്. അന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണ്. ആ നാടുകളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ലീപ് ഫോർ ജോയ്സ്, ഹൈ ജമ്പ് വേഴ്സ് ആണ്. ആ നാടുകളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്, നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. അങ്ങനെ ബാക്കിയുള്ളവരുടെ കർത്താവിനെ പ്രതിയുള്ള നിന്ന നമ്മൾ തിരിച്ച് മത്തായി 5-ലേക്ക് പോകുമ്പോൾ കർത്താവിനെ വിശ്വസിക്കുന്നതുകൊണ്ട്, കർത്താവിൻ്റെ സുവിശേഷം പറയുന്നതുകൊണ്ട് കർത്താവിന് അതിനായിട്ടൊരു നിന്നയുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ നീതി നിമിത്തം, നീതി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവം, ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യമാണ് നീതി. അപ്പം അത് യേശുവിനാണ് ആ നീതി ഏറ്റവും അതിൻ്റെ സാഫല്യമായിട്ട് പാരമ്യമായിട്ട് വെളിവാക്കപ്പെട്ടത്. കർത്താവിൻ്റെ സ്വഭാവം തന്നെയാണ് നീതി, അതിൻ്റെ ഒരു ആകത്തുക. നീതി നിമിത്തം എസ്പെഷ്യലി സത്യസന്ധമായിട്ട് ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ടാക്സ് സത്യസന്ധമായിട്ട് ചെയ്യാൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഇപ്പോൾ ഉള്ള പല നൂലാമലകളുള്ള GST അതേസമയം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ചില നൂലാമലകൾ, നമുക്ക് കുറച്ച് പണം നഷ്ടം, അതിൻ്റെതായ പോലെ സ്ട്രെയിന്, അതിൻ്റെതായ പോലെ പല കാര്യങ്ങളിൽ അത് എല്ലാം അതായിട്ടൊക്കെ ചെയ്യാൻ ബാക്കി കള്ളത്തിനെ കാണിച്ച് കണക്കൊക്കെ കുറച്ചൊക്കെ കാണിച്ച് സെയിൽസ് കുറച്ച് കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് വളരെ എളുപ്പമാണ്, അവർക്ക് വലിയ കഷ്ടമൊന്നുമില്ല. എന്നാൽ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കുറച്ചൊരു കഷ്ടപ്പാടുണ്ട്. അതാ നീതി നിമിത്തം. അതാ നമ്മളിവിടെ മത്തായി 5-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച നീതി നിമിത്തം നമ്മൾ നീതിയോടെ കർത്താവ്
അവിടുന്ന് കർത്താവ് എൻ്റെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ അവിടുന്ന് എങ്ങനെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഏറ്റവും സത്യസന്ധമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് കർത്താവ് അവിടുന്ന് സഹായിക്കണം. വേറെ കാര്യങ്ങൾ ആരെയും പറ്റിക്കാതെ കർത്താവ് അർഹിക്കാത്തതൊന്നും എടുക്കാതെ നീതിയായിട്ട് ന്യായമായിട്ട് ഉള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നീതി നിമിത്തം അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നലെ ഒരു ക്ലയൻറ്റ്, ഒരു പേഷ്യൻ്റ് കുറച്ച് മരുന്ന് കൊടുത്തത് പുള്ളിക്ക് എക്സ്ട്രാ ആയിട്ട് അത് വന്നതുകൊണ്ട് പുള്ളി വന്ന് റീഫണ്ട് അത് വന്ന് തിരിച്ച് തരേണ്ടി വന്നു. അപ്പം അത് പുള്ളി അത് കൊറിയർ വഴി അത് പേ ചെയ്തതായിരുന്നു. അപ്പം പക്ഷെ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് തോന്നി പുള്ളി കൂടുതൽ തന്നെന്ന് തോന്നി. എന്നുവെച്ചാൽ ഞാൻ കുറച്ചുകൂടെ പുള്ളിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണമെന്ന് തോന്നി. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചു. അപ്പം അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി വെച്ച് എനിക്ക് പുള്ളി തന്നെ പറഞ്ഞു പോയിട്ട് വിളിച്ചായിരിക്കുന്നത്. അപ്പം അങ്ങനെയല്ല, ഞാൻ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് തരണമെന്ന് എനിക്കൊരു ഡൗട്ട്. ഇത് എണ്ണി നോക്കുമ്പോൾ ഞാൻ എത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം പുള്ളി പറഞ്ഞു അല്ലല്ലോ സാറ് കറക്റ്റായിട്ട് ഞാൻ എണ്ണി എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ സാരമില്ല, ഇനിയിപ്പം അഥവാ ഇനിയിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും എന്താ കുറച്ചുകൂടെ എന്തെങ്കിലും തരുന്നതായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അയച്ചേക്കാം എന്ന് പറയുന്നത് അത് വലിയ കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ അത് നമ്മളുടെ ആ ഒരു സത്യസന്ധത ഒരു അപ്പം അങ്ങനെ അപ്പം നീതി നിമിത്തം ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മറ്റേ PF പെൻഷൻ്റെ PF പെൻഷൻ അല്ല സോറി PF ഫണ്ടിലെ പ്രൊവിഡന്റ് ഫണ്ട്, അപ്പം അതിൻ്റെ അത് എന്തോ ഒരു കള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. ഇത് കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിടുകയൊന്നും വേണ്ട, ആ കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊന്ന് ഒരു രീതിയിൽ കൊടുത്താൽ അതിന്റെ ടാക്സ് അങ്ങ് ഒഴിവാക്കി കിട്ടും. ജ്ഞാനത്തോടെ നമുക്ക് നീതിപൂർവ്വമായിട്ടുള്ള ടാക്സ് ഒഴിവാക്കുന്ന പല കാര്യങ്ങളുണ്ട്, അത് ചെയ്യുന്നത് നല്ലത് തന്നെ. മറ്റേത് പക്ഷെ അത് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാൻ മറ്റേ വെല്ലൂരിൽ നിന്നുള്ള PF ഓഫീസർ, അപ്പം അവരോട് ഞാൻ പറഞ്ഞു അയ്യോ അത് ഞാൻ ഇതുവരെ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളൊക്കെയാണ്, അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യം അപ്പം അവരുടെ കൂടെ ഭയങ്കര പൊട്ടിച്ചിരി. അപ്പം ഇന്ന് ആ ടാക്സ് പിടിച്ചത് എനിക്ക് പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ ബാക്കി ഉള്ള IP റിട്ടേണിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അവരത് ടാക്സ് പിടിച്ചെങ്കിലും ആ കാര്യങ്ങൾ അത് റീഫണ്ടഡ് ആയോ എക്സാക്ട്ലി എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എന്തോ എനിക്കത് വളരെ ഫേവറബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരും. നമ്മുടെ ഫേവറബിൾ ആവുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തതല്ല, പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ നീതി നിമിത്തം ഞാൻ പറഞ്ഞു വെച്ചാൽ കർത്താവിനെ പ്രതി നമ്മൾ സത്യസന്ധമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പ്രതിയൊക്കെ ചില കഷ്ടങ്ങളും ചില നിന്ദകളോ ചില പരിഹാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നേക്കാമെങ്കിലും അവിടെ എന്തുണ്ട്, കർത്താവിൻ്റെ ഒരു സമാധാനമുണ്ട്. പിന്നെ കർത്താവിനെ പ്രതിയുള്ള കഷ്ടമുണ്ട്, നീതിയെ കർത്താവിന് വേണ്ടി ആ ഒരു നീതിപൂർവ്വമായിട്ട് നിൽക്കുന്നതിനുള്ള കഷ്ടമുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ലോകത്തിൽ എല്ലാം ഉള്ള പല ദുരന്തങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ലൂക്കോസ് 13 നമ്മൾ കണ്ടല്ലോ, പല അപകടങ്ങൾ, പലതരത്തിലുള്ള ചില ക്രൂരകൃത്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുന്ന ദൈവമക്കൾക്കും ദൈവമക്കളല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാകുന്ന പല കഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ഉണ്ട്. എന്നാൽ നമ്മൾ തിരിച്ച് യോഹന്നാൻ 16:13-33 വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഇത് പറയുന്നത്. ലോകത്തിന് എനിക്ക് കഷ്ടമുണ്ട്, അത് ടു ബി ഫോർ വാണ്ട് ഇസ് ടു ബി ഫോർ ആംഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് കിട്ടുന്നത് മുന്നേ നമ്മൾ ആയുധം ധരിക്കുന്നതിന് തുല്യതാണ്. ഇപ്പൊ കർത്താവ് പറയാം നിങ്ങൾക്ക് ഒരു കഷ്ടമില്ല, അങ്ങനെയൊക്കെ എല്ലാം അങ്ങ് സന്തോഷമായിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് ഇവർ വല്ലാതെ കഷ്ടത്തിലോട്ട് അകപ്പെടുമ്പോൾ അയ്യോ കർത്താവ് ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല, അവരൊന്നും പ്രിപ്പയർഡ് അല്ല. മറ്റേതാണെങ്കിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ഇത് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി കഷ്ടം വരും എന്നുള്ള കാര്യം കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ പരിശുദ്ധാത്മ ഓർപ്പിക്കുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ, ചില രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പനി വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചില സംഭവവികാസങ്ങൾ, ചിലപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽന്നോ സുഹൃത്തുക്കളുടെ ഇടയിൽന്നോ അങ്ങനെയൊക്കെയുള്ള ചില വർക്ക് ജോലി സ്ഥലത്തൊക്കെയുള്ള ചില സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് അതെ ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ളത് എസ്പെഷ്യലി കഷ്ടങ്ങൾ, കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ അതുണ്ടല്ലോ, കർത്താവ് ഈ ലോകത്ത് കഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവ് ഇതേ യോഹന്നാൻ 14:26 പറഞ്ഞ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർപ്പിച്ചു തരും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാൻ നമുക്കൊരു ആശ്വാസം. ഓൾറെഡി ഈ കാര്യത്തിലൂടെ കടന്നു പോകുന്നുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ കുഞ്ഞിനെ കടയിൽ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിടുമ്പോൾ അപ്പോൾ പോകുന്ന വഴിയിൽ ഇന്ന ചില ഡേഞ്ചറുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു വിടുമ്പോൾ പിന്നെ അവർ ആ ഡേഞ്ചർ ഫേസിൽ നോക്കിയാൽ അപ്പോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞായിരുന്നു, അമ്മ അല്ലെങ്കിൽ പറഞ്ഞാൽ ഇങ്ങനൊരു ഡേഞ്ചർ ഉണ്ടെന്ന്. അപ്പം അതുകൊണ്ട് അവർ കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് മുന്നേ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണത്. കർത്താവിലുള്ള ഒരു സമാധാനം. അവിടെ ലോകത്തിൽ കഷ്ടമുണ്ട്, ആ കഷ്ടം ട്രിബുലേഷൻ എന്നുള്ള ഗ്രീക്ക് പദം, ഞാൻ ഈ ഗ്രീക്കിലോട്ട് പോകുന്ന ഒരാളാണല്ലോ, അതിനകത്തൊരു ആഴമുണ്ട്. എന്ന് വെച്ചാൽ ത്ലിപ്സിസ് എന്ന് പറയുന്ന, കുറച്ചുകൂടെ നാവ് അടിച്ചിട്ട് വേണം പറയാൻ, ത്ലിപ്സിസ് എന്ന് പറഞ്ഞൊരു പദമാണ്. ത്ലിപ്സിസ് എന്നുള്ള പദത്തിന്റെ വേർബ് എന്താണെന്ന് വെച്ചാൽ ത്ലീബോ എന്ന് പറഞ്ഞാൽ, ഇപ്പം ത്ലിപ്സിസ് എന്ന് പറഞ്ഞാൽ കഷ്ടം, സമ്മർദ്ദം,
ഒപ്രഷൻ, അഫ്ലിക്ഷൻ, ട്രിബുലേഷൻ, ഡിസ്ട്രസ് എന്നൊക്കെ ആ വാക്കിന്റെ അർത്ഥം. ത്ലീബോ എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ആക്ഷരികമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ടു പ്രസ് അസ് ഗ്രേപ്സ് ആർ പ്രസ്ഡ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. ഇത് മുന്തിരിങ്ങ പ്രസ് ചെയ്യുന്നതിന് പറയുന്നൊരു വാക്ക് ത്ലീബോ, പ്രസ് ഹാർഡ്. അപ്പൊ മുന്തിരിങ്ങ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴേ എന്ത് വരുന്നേ, മുന്തിരിച്ചാറ് വരുന്നത്, അതിൽ നിന്നാണ് വീഞ്ഞുണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തിനാ ദൈവം ഈ കഷ്ടത്തിലൂടെ ഈ ത്ലീബോ ത്ലീബോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ത്ലിപ്സിലൂടെ എന്തെന്ന് കടത്തിവിടുന്നേ, പല പ്രശ്നങ്ങളിലൂടെയും പല ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടത്തിവിടുമ്പം ഇങ്ങനെ നമ്മളിങ്ങനെ കർത്താവ് ഇങ്ങനെ ഞെക്കിപ്പിഴിയുവാണെന്ന് തോന്നുന്നു. കർത്താവ് എന്തൊരു കർത്താവാ, വല്ലാതെ മുതുകത്തൊരു ഭാരവും കൂടെ വെച്ച് നമുക്കറിയാം. 66 സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണോ? നമ്മുടെ പുതിയ സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുമോ ആ വാക്യങ്ങൾ. പെട്ടെന്ന് നമുക്ക് അതിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ ദൈവം നടത്തി വിടുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. 66 സങ്കീർത്തനം എന്ന് ഓർക്കാൻ എളുപ്പം. നമുക്ക് ഇഷ്ടമില്ലാത്ത സംഖ്യയാണ് 666. അപ്പൊ അതിൽ ഒരു 6 കുറച്ചാൽ 66 സങ്കീർത്തനം. ഞാൻ ഇങ്ങനെ ഈ റെഫറൻസ് ഓർത്തിരിക്കുന്നതൊക്കെ ഒരു ഗുഡൻസ് മനസ്സിലായില്ലേ. ഇതുപോലെയൊക്കെ ഉള്ള കുറുക്ക് വിദ്യകൾ എല്ലാത്തിനും ഇല്ല, എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ. അപ്പൊ 66 സങ്കീർത്തനത്തിന്റെ അതിന്റെ 10ാമത്തെ വാക്യം, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, യു ഹാവ് ട്രൈഡ് അസ്. പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. വെള്ളി എങ്ങനെയാ സോപ്പിട്ട് കഴുകുമോ? ഊതി കഴിക്കാന് അഗ്നിയിലൂടെ, അത് തീയിലൂടെ കടത്തി വിട്ടാലേ പറ്റത്തുള്ളൂ. വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഇത് കോവിഡൊക്കെ വന്നപ്പോൾ, ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ നമ്മൾ ഒരു വലയിൽ അകപ്പെട്ടോണൊക്കെ ആയിരുന്നു. അങ്ങോട്ട് പുറത്തിറക്കാനൊക്കത്തില്ല, അങ്ങോട്ട് നോക്കാനൊക്കത്തില്ല, ഇങ്ങോട്ട് തിരിയാനൊക്കത്തില്ല. എല്ലാവരും നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടതുപോലെ ഇപ്പോൾ നമ്മൾ വല്ല ഹോസ്പിറ്റൽ ബെഡിലായിരിക്കുമ്പോഴോ ICUലായിരിക്കുമ്പോഴോ ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴോ ഒരു വലയിൽ അകപ്പെട്ടോണൊക്കെ എഴുന്നേക്കാനൊക്കത്തില്ല. എല്ലാം അവിടെ ഇവിടെ എല്ലാം ട്യൂബും സിറിഞ്ചും ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് ഇവരെ നമ്മളിങ്ങനെ കിടത്തി വെച്ചേക്കുക, വലയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം അത് നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, യു ഹാവ് ബ്രോട്ട് us into the net. അപ്പം വലയിൽ അകപ്പെടുത്തുമ്പോൾ നമ്മൾ വലയ്ക്കകത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് വലയിൽ ചുറ്റും നടക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? മുതുകത്ത് ഒരു വലിയ ഭാരവും കൂടെ, ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. അപ്പം വലയിലൊന്ന് നടക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മുതുകത്തൊരു ഭാരമായി. അപ്പോഴത്തേന് നടക്കുകയും വേണ്ട, കാര്യം കുശാലായി. ഇനിയിപ്പം അവിടെ കമന്ന് കിടന്നാൽ മതി, മുതുകത്ത് വലിയ ഭാരമുണ്ട്. അപ്പം തലയൊന്ന് ഉയർത്തി നോക്കാം എന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താ, തല ഉയർത്തി നോക്കിയപ്പോൾ നീ 12ാമത്തെ വാക്യം, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കിയോ. ചിലർ നമ്മളെ കുത്താനും പഴിവാക്ക് പറയാനും, ചിലപ്പോൾ നമ്മളുടെ ബന്ധുക്കളായിരിക്കാം, വീട്ടിലുള്ളവരായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം, മരുമോളായിരിക്കാം, നാത്തൂനായിരിക്കാം, അയൽവക്കത്തുകാരായിരിക്കാം, നമ്മളെ കുത്താനും നമ്മുടെ ശകാരവാക്ക് ചിലപ്പോൾ നമ്മളുടെ ഹസ്ബൻഡോ വൈഫ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ ചിലപ്പോൾ നമ്മളുടെ അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ബോസ് ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് ആയിരിക്കാം തലവിൽ കയറി ഓടുന്നത്, അതുപോലെയൊക്കെയുള്ള. അപ്പോൾ നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, മനുഷ്യർ നമ്മളുടെ മേലെ ഓടുന്ന ഒരു അനുഭവം. അപ്പം തലയും പൊക്കാനൊക്കത്തില്ല. പിന്നെന്ത് ചെയ്തു? അപ്പം ആപ്പാട് ഇങ്ങനെ കുഴിഞ്ഞ് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കാനേ ഒക്കത്തുള്ളൂ. അപ്പം പിന്നെന്തുവാ വന്നത്? തീയിലൂടെ കടത്തി വിട്ടു. തീ മാറിയപ്പോൾ പിന്നെ വെള്ളത്തിലൂടെ കടത്തി വിട്ടു. തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. 12ാമത്തെ വാക്യം. എങ്കിലും അതിൻ്റെ ആ ലാസ്റ്റ് വരിക നമ്മള് അതിൻ്റെ ഒരു ക്ലൈമാക്സ്. എന്താ ക്ലൈമാക്സ്? എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിലൂടെയൊക്കെ കടത്തി വിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സമൃദ്ധി, അവിടെ യഥാർത്ഥത്തിലുള്ള സമാധാനം. മുന്തിരി അതുപോലെ പ്രസ് ചെയ്യുമ്പോഴാണ് മുന്തിരിച്ചാറ് അതൊരു പുതുവീഞ്ഞായിട്ട്, അത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജഡം, നമ്മുടെ സ്വയബല വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും, നമ്മൾ തന്നെ അറിയാതെ. എന്നാൽ ഇത് സ്വതവേ അങ്ങനെയാണത്, നമുക്ക് സ്വന്തം ഇഷ്ടം. അവിടെ എന്നാൽ കർത്താവ് ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മളിപ്പം യോഹന്നാൻ 6:38 കേട്ടു. എന്താ? കർത്താവ് എൻ്റെ ജീവിതത്തില് കഷ്ടങ്ങളുണ്ടായിരുന്നു, കഷ്ടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് യെശയ്യാവ് നോക്കിയപ്പം കണ്ടത്. യെശയ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചനാത്മാവിലെ ഈ മെസ്സിഹയെ നോക്കുമ്പോൾ നമുക്ക് ആ വാക്യം പരിചയമുണ്ട്. ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് യെശയ്യാവ് 53 അധ്യായത്തിൽ അവിടെ സഫറിങ് സെർവൻ, സഹിക്കുന്ന കഷ്ടം അനുഭവിക്കുന്ന ദാസനായിട്ടുള്ള മെസ്സിഹയെ കുറിച്ച് ക്രൂസിന്റെ ആ ചിത്രം കർത്താവ് വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 740 മുതൽ 680 കാലഘട്ടത്തിൽ, അതായത് കർത്താവ് വരുന്നതിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പേ BC 740 മുതൽ 760 കാലഘട്ടം 780 കാലഘട്ടത്തിൽ യെശയ്യാവ് എഴുതിയത് ഇത്. അപ്പൊ കർത്താവ് വരുന്നതിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് ആ ക്രൂസിന്റെ കഷ്ടത്തെക്കുറിച്ച് 53-ാം അധ്യായത്തിൽ പറയുന്നതിന്റെ കൂട്ടത്തില് അവിടെ അതിന്റെ 3ാമത്തെ വാക്യം, അവർ
അവൻ, അതായത് ഈ മെസ്സിഹ, ഈ ദൈവം അയക്കാനിരിക്കുന്ന ഈ അഭിഷിക്തൻ യേശു എന്ന് അവിടെ യേശുവ പറയുന്നില്ല, അവൻ ഈ ദൈവത്തിന്റെ ദാസനായിട്ട് വരുന്നവൻ, ഇസ്രായേലിന്റെ രക്ഷകനായിട്ട് വരുന്നവൻ മനുഷ്യരെ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. മലയാളത്തിൽ കറക്റ്റായിട്ട് ആ രോഗം ശീലിച്ചവനായും എന്നുള്ളൊരു കാര്യം കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇംഗ്ലീഷിൽ അത് അവര് അക്വൈന്റഡ് വിത്ത് ഗ്രീഫ് എന്ന് തെറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് അനാക്യുറേറ്റ് ആയിട്ടാണ് പരിഭാഷപ്പെടുത്തി. അവർക്ക് ചിലപ്പോൾ കർത്താവ് രോഗം ശീലിച്ചവനാണെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും വലിയ ദൈവദൂഷണമായി പോകാതെന്ന് പേടിച്ച് അവരത് രോഗം എന്നുള്ളത് മാറ്റി അങ്ങ് ദുഃഖം എന്നുള്ള രീതിയിൽ തന്നെ ആക്കി. പക്ഷെ മലയാളത്തിലെ രോഗം ശീലിച്ചവനായിരുന്നു. നമുക്ക് തന്നെ പല തലവേദന, നടുവേദന, പല രോഗം ശീലിച്ചവനായെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും മൂക്കടപ്പ് വരുന്നു, വീണ്ടും വീണ്ടും ശ്വാസം എടുത്തു വിടാൻ പറ്റുന്നില്ല, വേറെ ലിമോണിയ, ലങ്സിന്റെ ചെക്കപ്പ് അല്ലെ, അതുപോലെയൊക്കെയുള്ള ഓരോരോ ഹോസ്പിറ്റൽ വിസിറ്റുകൾ, പലതരത്തിലുള്ള ചില രോഗങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ. അപ്പൊ അങ്ങനെ രോഗം ശീലിച്ചവനായിട്ട് ഒക്കെ ആയിരുന്നു വ്യസനപാത്രം. മലയാളത്തിലെ മാൻ ഓഫ് സോറോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാളെ നമ്മളൊരു മാൻ ഓഫ് സോറോസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? പുള്ളിയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ചില പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കഷ്ടങ്ങൾ. പക്ഷെ ചിലരുടെ ജീവിതം നോക്കി, ഇവരുടെ ജീവിതത്തിലെ കഷ്ടം മാത്രമേ ഉള്ളല്ലോ, ഇത് മാൻ ഓഫ് ഒരു ദുഃഖപുത്രിയാണല്ലോ അല്ലെങ്കിൽ ദുഃഖപുത്രനാണല്ലോ എന്ന് പറയത്തക്കവണ്ണമാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ കർത്താവ് ആ 30 വയസ്സ് 33 വർഷക്കാലം കർത്താവ് ജീവിച്ചാൽ 3 വർഷക്കാലത്തെ പല എതിർപ്പുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവസാനത്തെ കുറിച്ച് കഷ്ടം വായിക്കുന്നുണ്ട്. എന്നാൽ ആ 30 വർഷക്കാലം നമ്മൾക്കുള്ള എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടു എന്ന് Ebraier 4:15 വായിക്കുന്നത്. അപ്പോൾ മനുഷ്യരിൽ എല്ലാത്തിനും പേര് പരീക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ വീട്ടില് എന്തൊക്കെ കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, പല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, സഹോദരങ്ങള് മരിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ യോസേഫിന് അവരെ കിടപ്പിലായിട്ടെങ്ങാണോ അങ്ങനെയാണോ മരിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുപോലെയൊക്കെയുള്ള പല കഷ്ടങ്ങളിലൂടെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങളിലൂടെ എല്ലാം കർത്താവ് ഒരു വ്യസനപാത്രമായിട്ടായി ഭൂമിയിൽ ജീവിച്ച്. എന്നാൽ കർത്താവ് വ്യസനപാത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞോണ്ട് ജീവിച്ചെന്നാണ്, അല്ല, ആനന്ദതലത്താൽ അഭിഷിക്തനായിട്ട് ജീവിച്ചു എന്ന് Ebraier 1:9 സങ്കീർത്തനം 45 കോട്ട് ചെയ്ത് പറയുന്നത്. എന്ന് പറഞ്ഞാല് കർത്താവ് ഈ കഷ്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് പിതാവ് അറിയാൻ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. കർത്താവിനെ കുറിച്ച് എന്തെല്ലാം പരദൂഷങ്ങളോ കള്ളക്കഥകളോ ഒക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി കാണും. കർത്താവ് മറിയോ ഇവന്റെ അമ്മ, ഇവന്റെ അച്ഛൻ ആരാന്ന് അറിയത്തില്ല, വല്ല വേറെ ആരെങ്കിലും ആയിരിക്കും, യോസഫിനെ വിവാഹ നിശ്ചയം ചെയ്ത സമയത്തെ ഗർഭിണിയായി, എന്തൊക്കെയാ എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള പല കളിയാക്കലുകളൊക്കെ കൊച്ചു പയ്യനായിരുന്നപ്പോൾ മുതലേ അതുപോലെ ഉള്ള പല വർത്തമാനങ്ങളും ഇരട്ടപ്പേരുകളും കളിയാക്കലുകളും ഒക്കെ ഒരു നന്മയും വരുമെന്ന് സംശയിക്കത്തക്ക വേണമുള്ള നസ്രയത്തിനെ കുറിച്ച് നമ്മൾ യോഹന്നാൻ 1 നഥാനിയേൽ പറഞ്ഞതുപോലെ അതുപോലുള്ളൊരു നസ്രത്ത് എന്ന് പറഞ്ഞൊരു, അത് നസ്രത്ത് ടൗൺ ആയിരുന്നു എന്നാണ് പറയുന്നത്, ഗ്രാമമല്ല ടൗൺ ആയിരുന്നു. അപ്പം കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിരുന്നിരിക്കും. അപ്പം അതുപോലെ അത്രയും തിന്മകളും ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇസ്രായേലിൽ ഏറ്റവും നന്മയില്ലാത്ത ഗ്രാമമായിരിക്കണം ഒരുപക്ഷെ, അറിയത്തില്ല, നസ്രത്ത്. അപ്പൊ അവിടെ കർത്താവിനെ ദൈവം ഒരുക്കിയത് അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഇതിലൂടെയൊക്കെ എന്താ എങ്കിലും സമൃദ്ധിയിലേക്ക്, അത് നമ്മളിപ്പം 66 സങ്കീർത്തനത്തിന്റെ 12 വാക്യത്തില് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ സമൃദ്ധി എന്നുള്ള വാക്ക് നമ്മളെ സാൻഡ്ബർഗിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. രവയ എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രവായ എന്ന് പറയുന്ന പദം എബ്രായ ബൈബിളിലെ എബ്രായ ഭാഷയില പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്. പിന്നെ വേറെ ഒരിടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളത്. സങ്കീർത്തനം 23:5 വാക്യത്തിലാണ്. അത് അവിടെ എന്താ പറയുന്നത്? എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്നുള്ള വാക്ക് ഓവർഫ്ലോ രവയ എന്നുള്ള പദമാണ്. നമ്മുടെ ജീവിതത്തെ നിറഞ്ഞു കവിയുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് പറയാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള കഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇതുപോലെ ഒന്ന് വചനം സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവോ ഒന്നും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ അനുഭവമോ വചനത്തിന്റെ ഒരു പുഷ്ടി ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പായിരുന്നു. വെച്ചാൽ ദൈവനെ അതുപോലുള്ള പലതരത്തിലുള്ള പറയുമ്പോൾ അത് ഈ വീട്ടുകാരി എന്നുള്ള കഷ്ടമൊക്കെ ഏറ്റവും പ്രാരംഭമായിരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പലതരത്തിലുള്ള ഒത്തിരി ട്രെയിനിങ്ങിലൂടെ ദൈവം കടത്തിവിട്ട് ഇപ്പോഴും പല രീതിയിലും ചെറുതും വലുതുമായിട്ടൊക്കെ. അപ്പൊ അതില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ബൈബിൾ എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. ഭയങ്കര ബൈബിൾ ഞാനായിട്ട് എവിടെയെങ്കിലും അതുപോലെ ഡ്രൈയസ് ബോൺസ് ആയിട്ടിരുന്നതിന്. എന്നാൽ ഇന്ന് ദൈവം തരുന്ന അളവിലുള്ള ആ ഒരു വലിയ സന്തോഷവും സമാധാനവും ആ ഒരു ജീവന്റെ സമൃദ്ധിയൊക്കെ കർത്താവ് അനുഭവിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അതുകൊണ്ട് അവന്റെ ചട്ടങ്ങളിൽ പഠിക്കുവാൻ ഇടയാക്കി എന്ന് എവിടെ പറയുന്നത്? 119 സങ്കീർത്തനം. നമ്മളിപ്പോൾ 66 സങ്കീർത്തനത്തിൽ 119 പോവാം. അതിന്റെ 71 വാക്യത്തില നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായി.
1000 72-ാമത്തെ വാക്യം, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്ന് ഉള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം, കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം. ഇവൻ അതിന്റെ തൊട്ട് മുമ്പേ 67-ാമത്തെ വാക്യത്തിൽ കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴും ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. പലതരത്തിലുള്ള പല ശിക്ഷണത്തിലൂടെ കഷ്ടതയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വയബൽ ഒന്ന് ഉടയാനും കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അധികമായിട്ട് ആ സമൃദ്ധിയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ഒരു പറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയിലേക്ക്, ജീവന്റെ സമൃദ്ധിയിലേക്ക്, സമൃദ്ധമായ ജീവൻ തരാനായിട്ട് വന്നിരിക്കുന്നതെന്ന യോഹന്നാൻ 10:10 നമ്മൾ വായിക്കുന്നത്. ഞാൻ ഈ സങ്കീർത്തനം 46-ാം സങ്കീർത്തനം നമ്മൾ വചനത്തിന്റെ പാട്ട് പാടുന്നതിന്റെ കൂട്ടത്തിനായിരുന്നു കോട്ട് ചെയ്തായിരുന്നു. നമ്മളിപ്പം ഇന്നത്തെ കേരളത്തിലെ ദുരന്തത്തെയൊക്കെ നോക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ 46-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം കൂടെ അതും പിന്നെ യെശയ്യാവ് 54 ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്തട്ടെ. 46-ാം സങ്കീർത്തനം അതിൽ എന്താ 1-ാമത്തെ വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. എൻ്റെ സങ്കേതവും ബലവും എന്ന് പറഞ്ഞ് നമ്മൾ പാട്ട് പാടും. എനിക്ക് ഏറ്റവും അടുത്ത തുണ, അതാ കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി, പർവ്വതങ്ങളൊക്കെ കുലുങ്ങി. ഇപ്പം ഏതാണ്ട് ആലങ്കാരിക ഭാഷയിൽ സങ്കീർത്തനക്കാരും കോരാഖിന്റെ പുത്രന്മാർ പറഞ്ഞത് നമ്മൾ വിചാരിച്ചു. ഇപ്പം പത്രം എടുത്ത് നോക്കുമ്പോഴാണ് പർവ്വതങ്ങളൊക്കെ കുലുങ്ങുമെന്ന് മനസ്സിലായത്. പർവ്വതങ്ങൾ കുലുങ്ങി, അതെ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൽ വെള്ളം ഇരച്ച് കലങ്ങിയാലും. കർണാടകത്തിലും അവിടെ അർജുൻ എന്നുള്ള ചെറുപ്പക്കാരൻ കാണാതെ നടത്താന്ന് തോന്നുന്നു, ഒരു മല വന്ന് പുഴയിലോട്ടങ്ങ് വീണു, ആ വെള്ളം വന്നടിച്ച് അപ്പുറത്തെ സൈഡിലെ വീടുകളെല്ലാം കൂടെ അത് നമ്മൾ വായിക്കുന്നത്. അതിൽ അപ്പം പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ അല്ലെങ്കിൽ നദിയുടെ മധ്യത്തിൽ വെള്ളത്തിന്റെ മധ്യത്തിൽ വീണാലും അതിൽ വെള്ളം ഇരച്ച് കീറി ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഈ കോപം കൊണ്ട്, ഈ വെള്ളം ഇരച്ച് കലങ്ങുകൊണ്ട് വീണ്ടും പർവ്വതങ്ങൾ വേറെ കുലുങ്ങുന്നു. ഈ പർവ്വതങ്ങൾക്ക് കുലുങ്ങാനേ സമയമുള്ളൂ, എന്നാലും എന്ത് പറ്റത്തില്ല, നാം ഭയപ്പെടുകയില്ല. ആരാ പറയുന്നത് വെച്ചാൽ കോരഹ് പുത്രന്മാരാ. കോരഹിന്റെ നേരെ പുത്രന്മാരാണോ അതോ ഇനി പൗത്രന്മാര് കൊച്ചുമക്കളാണോ എഴുതിയെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും കോരഹ് എന്ന് പറയുന്നത് ഒരു കുപ്രസിദ്ധ കുപ്രസിദ്ധ നാമമാണ്. പഴയ നിയമത്തിൽ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ മോശയ്ക്കെതിരെ മത്സരിച്ചവനായിരുന്നു കോരഹും കോരഹിന്റെ വീട്ടുകാരും. എന്നാൽ അവസാന നിമിഷം കോരഹിന്റെ പുത്രന്മാര് ആ ദൈവത്തിന്റെ ആളിനെതിരെ, ദൈവത്തിന്റെ അഭിഷേകത്തിനെതിരെ മത്സരത്തിൽ നിന്ന് കോരഹിന്റെ പുത്രന്മാര് വിട്ടുനിന്നതായിട്ട് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ഭൂമി വന്ന് അവരുടെ ന്യായവിധി, കോരഹും കുടുംബവും ദൈവത്തിനെതിരെ മത്സരിച്ച കോരഹും കുടുംബവും എങ്ങനെ അവരുടെ മേൽ വന്ന ഭൂമി പിടർന്ന് അവര് ഭൂമിയിലേക്ക് താഴ്ന്ന് ഭൂമി അവരെ വന്ന് വിഴുങ്ങി എന്നുള്ള കാര്യം. അപ്പം പർവ്വതങ്ങളൊക്കെ വിഴുങ്ങുന്നതും കുലുങ്ങുന്നതും ഒക്കെ അവർക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുക. എന്നാലും നാം ഭയപ്പെടുകയില്ല. അതിന്റെ കാരണം എന്താ? ഒരു നദിയുണ്ട്. 14-ാമത്തെ വാക്യം. അത് നദി ചാലിയാർപ്പുഴയല്ല. ചാലിയാർപ്പുഴ നമുക്ക് പേടിയാണ്. അതുപോലെ ശരീരങ്ങളൊക്കെ വന്ന് നദിയായിട്ട് നമ്മൾ പത്രങ്ങൾ വായിച്ചെന്ന അത് പുത്തനെരിശിലയിൽ നിന്നുള്ള ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ആനന്ദ നദി, ആ നദി അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അതായത് യഥാർത്ഥത്തിലുള്ള ദൈവസഭയെ, പുത്തനെരിശിലേമിനെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. A river whose streams makes glad the city of God. ആ പരിശുദ്ധാത്മാവിന്റെ ഓളങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി നമ്മളെ ആ സമൃദ്ധിയിലേക്ക്. ഇതൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നാലും അവിടെ കർത്താവിന്റെ സമാധാനത്തോടെ ആയിരിക്കുന്ന ഒരു നമ്മളുടെ ആ നദിയുടെ ഓളങ്ങൾ നമ്മളെ ഈ വിശുദ്ധ നഗരത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ ഒരു കോണിലുണ്ട്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്താ 5-ാമത്തെ വാക്യം, ദൈവം അതിന്റെ മധ്യത്തിലുണ്ട്. ഗോഡ് ഇസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹർ. ദൈവം ഒരു കോണില്, നമ്മുടെ ദൈവത്തെ ഒരു കോണില് ഒഴിപ്പിക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഗുരുവിന്റെ എല്ലാം കൂടെ. പക്ഷെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ, കർത്താവിന് സെൻട്രൽ പ്ലേസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ കർത്താവിനാണ് 1-ാം സ്ഥാനമെങ്കിൽ എന്തെല്ലാം വന്നാലും കുലുങ്ങത്തില്ല. ദൈവം അതിന്റെ മധ്യമുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നില്ല, അത് കുലുങ്ങി പോവുകയില്ല. ദൈവം ആദ്യകാലത്ത് തന്നെ അതിനെ സഹായിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ യെശയ്യാവ് 54-ലെ ആ വാക്യം ഞാൻ പറഞ്ഞ്, യെശയ്യാവ് 54-ന്റെ 10-ാമത്തെ വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ പർവ്വതങ്ങളൊക്കെ മാറിപ്പോയാലും ഉള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. യെശയ്യാവ് 54-ന്റെ 10-ാമത്തെ വാക്യം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. അതൊക്കെ ആലങ്കാരിക ഭാഷയില്ല, ആശ്ചര്യമായിട്ട് തന്നെ നടക്കുന്നു. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ തന്നെ പല തരത്തിലുള്ള പല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ, പല നമ്മൾ ഉറപ്പുള്ള കാര്യം എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ, ചില ആൾക്കാർ അവര് എന്നെ സഹായിക്കാനുണ്ട്, അല്ലെങ്കിൽ അവര് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ എപ്പോഴും ആശ്രയിക്കുന്ന നല്ലത്. പർവ്വതമായിട്ട് ഉറച്ചു നിന്ന് ചിലർ മാറിപ്പോകുന്നു, കുന്നുകൾ നീങ്ങിപ്പോകുന്നു. എങ്കിലും എൻ്റെ ദയ എന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല. മൈ കവനന്റ് ഓഫ് പീസ്, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു.
ഞാൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മൾ യോഹന്നാൻ 16:33 നമ്മൾ കേട്ടതുപോലെ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. പർവ്വതങ്ങൾ കുലുങ്ങും, സമുദ്രമധ്യേ വീഴുകയും അതിൻ്റെ കോപം വരച്ച് കയറുകയൊക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള കഷ്ടങ്ങൾ, കർത്താവിനെ പ്രതിയുള്ള കഷ്ടങ്ങൾ, കർത്താവിനെ പ്രതി നമ്മുടെ നീതിയോടെ നിൽക്കുന്നതിലുള്ള കഷ്ടങ്ങൾ, പിന്നെ ലോകത്തിലെ എമ്പാടും വരുന്ന കഷ്ടങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള കഷ്ടങ്ങൾ വന്നാലും നമ്മളവിടെ യേശു ജയിച്ചതുപോലെ ജയിക്കണം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുക എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. തർസയോ എന്നുള്ള ആ വാക്ക് 8 തവണ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. ടേക്ക് റൈസ് എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റെഫറൻസസ് നമ്മൾ കണ്ടു. ധൈര്യപ്പെടാൻ എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് ഇതിനെല്ലാം ജയിച്ചു. കർത്താവ് വ്യസനപാത്രമായിട്ട് വന്ന് എല്ലാത്തിനെയും ജയിച്ചു, എല്ലാ കഷ്ടങ്ങളെയും ജയിച്ചു. എല്ലാ കഷ്ടങ്ങളെയും ജയിക്കുമ്പോൾ 1 പത്രോസ് 4:14 1 പത്രോസ് 4 ആ വാക്യങ്ങൾ വായിച്ചു. അതിൽ 4:14 ഒരു വലിയ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നിർത്താം. ഈ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമുക്ക് സമാധാനം തരും എന്നുള്ളൊരു കാര്യമാണ് 4:14 യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അർത്ഥതലവും കൂടെ ഉണ്ട് ഗ്രീക്കിലേക്ക് നോക്കുമ്പോൾ. 1 പത്രോസ് 4:14 വാക്യം, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ആ ആവസിക്കുന്നുവല്ലോ എന്നുള്ള വാക്ക് അനാപ്പാവോ എന്നുള്ള വാക്കാണ്. ആ വാക്ക് വേറെ എവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അനാപ്പാവോ എന്നുള്ള ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആവസിക്കുന്നുവല്ലോ എന്നുള്ള വാക്ക് അത് രണ്ട് ഒരേ ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവസിക്കുന്നുവല്ലോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല. സ്പിരിറ്റ് ഓഫ് ഗ്ലോറി റെസ്റ്റ് ഓൺലി എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിലുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഇപ്പം ഞാൻ നാളെ എന്നെ പരിഭാഷപ്പെടുത്താൻ ഏൽപ്പിച്ച ഞാൻ പറയും, ദൈവാത്മാവ് മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുവല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത തരുന്നുവല്ലോ, നിങ്ങൾക്ക് സമാധാനം തരുന്നുവല്ലോ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുവല്ലോ എന്നാണ് അവിടുത്തെ ആ ഒരു ലിറ്ററലായിട്ടുള്ള അനാപ്പാവോ. പാവോ എന്ന് പറഞ്ഞാൽ പോസ് ചെയ്യുന്നു. അനാപ്പാവോ എന്ന് പറയുന്നത് നമ്മളെ നിശ്ചലമായിട്ട് ആ ദൈവത്തിൻ്റെ ഒരു സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇളയിപ്പാറുതലിന് തമിഴ് പറയും. തമിഴൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇളയിപ്പാറുതലിനെ വരുത്തപ്പെട്ട് ഭാരം ചുമർത്തുറകളിൽ നിങ്ങളെല്ലാവരും എന്നിടത്തിൽ വാരങ്ങൾ നിങ്ങൾക്ക് ഇളയിപ്പാറുതൽ തരുകയും, ആ ഇളയിപ്പാറുതൽ തരുകയും എന്നുള്ള വാക്ക് അനാപ്പാവോ. ആ ഒരു കർത്താവിനോടൊരു സ്വസ്ഥത. വലിയ കഷ്ടങ്ങൾ എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഈ ലോകത്തെ ജയിച്ചു. കർത്താവ് എങ്ങനെ ലോകത്തെ ജയിച്ചേ? നമ്മളത് ഇബ്രാഹിം ലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ ഇബ്രാഹിം 10-ാം അധ്യായത്തിൽ നിന്നൊക്കെ കണ്ടു. പിതാവ് എനിക്ക് ശരീരം തന്നിരിക്കുന്നു, എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് ഇബ്രാഹിം 10:5 വാക്യത്തിൽ വായിച്ചതൊക്കെ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ജയിച്ചിരിക്കുന്നു. കർത്താവ് ജയിച്ചതുപോലെ നമ്മൾ ജയിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ സിംഹാസനത്തിലേക്ക് വരാൻ നൽകുന്നുണ്ട്. ആ വാക്യം കേട്ടു വെളിപാട് 3:21. അപ്പോൾ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്ന വചനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സമാധാനം നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? കർത്താവ് ജയിച്ചതുപോലെ നമ്മളും ജയിച്ച് ധൈര്യപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സമാധാനത്തിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ. അതാ നമ്മളിപ്പം വായിച്ച 1 പത്രോസ് 4:14 എന്താ പല വിധത്തിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ 1 പത്രോസ് 4:14 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുവല്ലോ, നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും തരുന്നുവല്ലോ എന്നുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ള പല തരത്തിലുള്ള കഷ്ടങ്ങൾ, അത് ക്രിസ്തുവിനെ തന്നെ ആവട്ടെ, പലതരത്തിലുള്ള ലോകത്തിലെ സാധാരണ എല്ലാ മനുഷ്യർക്കും വരുന്ന തരത്തിലുള്ള കഷ്ടങ്ങളോ, ചില സാമ്പത്തിക ഞെരുക്കങ്ങളോ, ചില പ്രയാസങ്ങളോ, ചില വ്യക്തിബന്ധങ്ങളിലോ ഉലച്ചിലുകളോ ഒക്കെ വരുമ്പോൾ അവിടെ നമ്മളെ സ്വയബലത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഒരു സമാധാനം ഉണ്ടാകുന്നില്ല, കലക്കമായിരിക്കും ഉണ്ടാകുന്നത്. മറിച്ച് അവിടെ നമ്മളെ യേശു ജയിച്ചതുപോലെ, യേശു എൻ്റെ ഇഷ്ടം ചെയ്യുവാനില്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:38 നമ്മളിപ്പം വായിച്ചു കേട്ടെ. കർത്താവ് അവിടെ കർത്താവേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കഷ്ടം, ഈ ഒരു പ്രശ്നങ്ങൾ, ഈ സാഹചര്യത്തിൽ അവിടുത്തെ ഇഷ്ടം പോലെ അവിടുത്തെ അതേ മനോഭാവം എനിക്കും ഉണ്ടാകണം. അതിനകത്ത് ഞാൻ എന്നെ എങ്ങനെ വട്ടപൂജ്യമായിട്ട് സീറോവായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ വന്ന് നിറഞ്ഞ ഒരു സമാധാനം, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് സ്വസ്ഥത തരുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും എല്ലാത്തിൽ വരുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ആശ്വാസം പരിശുദ്ധാത്മാവ്, അത് പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കുന്നത് എന്താ? മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ മതി. സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ആൻഡ് ഓഫ് ഗോഡ്, സ്പിരിറ്റ് ഓഫ് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആ തേജസ്സുള്ള ദൈവാത്മാവ്, ദൈവത്തിന്റെ അതേ ശ്വാസമായിട്ടുള്ള ആ ദൈവാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്ന് നമുക്ക് വലിയൊരു ആശ്വാസവും ശാന്തതയൊക്കെ നൽകും. എന്തുകൊണ്ടെന്നാൽ അവിടെ നമ്മൾ
എന്താ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ആർക്കാ എല്ലാം ഫലമേൽപ്പിക്കുന്നേ. അതിൻ്റെ തൊട്ട് അടുത്ത അതിൻ്റെ 1 പത്രോസ് 4 അവസാനത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? 1 പത്രോസ് 4:14 ഇപ്പം നമ്മൾ വായിച്ചു. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിൽ ഫലമേൽപ്പിക്കട്ടെ. ഇൻട്രസ്റ്റ് ചെയ്യട്ടെ. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ പ്രാണനെ കർത്താവേ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും അവിടത്തേക്ക് ഞാൻ ഇൻട്രസ്റ്റ് ചെയ്യുന്നു, അവിടത്തേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ മഹത്വത്തിൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ആൻഡ് ഓഫ് ഗോഡ്, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മളുടെ വലിയൊരു സമാധാനം. ആ കഷ്ടതയുടെ മധ്യത്തിൽ മുന്തിരിച്ചാറ് വരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ പുതുവീഞ്ഞിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന പല സാഹചര്യങ്ങൾ, പല പ്രയാസങ്ങൾ, പല ഞെരുക്കങ്ങൾ, അവിടെയൊക്കെ കർത്താവിനോട് നമ്മൾ പറ്റിച്ചേർന്ന് കർത്താവ് നമ്മളോട് കൂടെ നിൽക്കുക. മറ്റുള്ളവർ ഇവിടെയൊക്കെ നിന്ന് തെല്ലുമ്പോൾ പറ്റിച്ചേർന്ന് അവൻ നിൽക്കുമേ, പക്ഷത്തിന് ചേർത്തിടുമേ എന്ന് നമ്മൾ പാടുന്നത് പോലെ കർത്താവ് അവിടുത്തെ സമാധാനം കൊണ്ട്, അവിടുത്തെ സ്വസ്ഥത കൊണ്ട് നമ്മൾ നിറയ്ക്കും. കർത്താവ് ജയിച്ചതുപോലെ ജയിക്കാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ ഇഷ്ടം ഇപ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ സഹായിക്കണമെന്ന് സാധിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവാത്മാവ് നമ്മളിലൊന്ന് നിറഞ്ഞ് ഈ ഒരു സമാധാനം, കർത്താവിലുള്ള സമാധാന സ്വസ്ഥത എന്താണെന്ന് മനസ്സിലാക്കാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരും സഹായിക്കട്ടെ. കഷ്ടത്തിലും ഒരു ഉറ്റ തുണയായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രീനൻ ചാരവേ 777 ചാരിടും ഞാൻ ആ മാർവതിൽ, കർത്താവിൻ്റെ ആ മാർവിൽ ഞാൻ എന്നെ ചാരും. എന്തെല്ലാം കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നാലും കേൾക്കുന്ന നാഥൻ ഇമ്പസ്വരം മുമ്പോട്ട് പോയിടാം. കർത്താവിൻ്റെ ഇമ്പസ്വരം ഇത് നമ്മൾ കേട്ടു. താസായോ ചേക്കറൈസ് ധൈര്യപ്പെടുവിൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളോ രോഗാവസ്ഥകളോ പല വിധത്തിലുള്ള പല പ്രയാസങ്ങളോ സമ്മർദ്ദങ്ങളോ ഒക്കെ വരുമ്പോഴും യേശുവിൻ്റെ ഇമ്പസ്വരം കേൾപ്പാൻ ധൈര്യപ്പെടുവിൻ. എൻ്റെ മോനെ, എൻ്റെ മോളെ, ധൈര്യപ്പെടുവിൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകവ്യവസ്ഥയെ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപം എന്നുള്ള ഈ ലോകവ്യവസ്ഥയെ ഞാൻ ജയിച്ചു. ഞാൻ പിന്നെ തന്നെ പിതാവിൻ്റെ മുമ്പാകെ ലോകത്തിലേക്ക് വരുമ്പോഴും ലോകത്തിലേക്ക് വന്നതിന് ശേഷമെല്ലാം എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ ഏൽപ്പിച്ച് കൊടുത്ത ആ ഒരു കർത്താവ്. പൗലോസും തെസ്സലോനിക്ക ലേഖനം 3 വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ പൗലോസ് അവരോട് പറഞ്ഞിട്ടുള്ളത് കഷ്ടം അനുഭവിക്കാനായിട്ടാണല്ലോ നമ്മളെ നിയമിച്ചിട്ടുള്ളത്. വി ആർ ഡിസ്റ്റൈൻഡ് ഫോർ ദിസ്. കർത്താവ് അങ്ങനെയുള്ള പലതരത്തിലുള്ള ചില പ്രയാസങ്ങളിലൂടെ പോകുവാൻ ദൈവം നമ്മളെ ഓൾറെഡി അങ്ങ് നിയമിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ടീച്ചറാകാൻ നിയമിച്ചു, അല്ലെങ്കിൽ ഡോക്ടറാകാൻ നിയമിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പൗലോസിനെ കുറിച്ച് അനന്യാസിനോട് പറഞ്ഞതുപോലെ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോസ്തലരുടെ 9-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടതുപോലെ അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം ചില രോഗാവസ്ഥകളോ ചില പ്രയാസങ്ങളോ കഷ്ടങ്ങളോ എന്തെല്ലാം ദൈവം മുന്നേ എല്ലാം അറിഞ്ഞ് എല്ലാം നിയമിച്ചിട്ടുണ്ട്. എല്ലാം യോനയുടെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കാര്യങ്ങളും. എന്നാൽ നമുക്ക് കഴിഞ്ഞ കൂടുതലൊന്നും അനുവദിക്കാതെ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവ്, കാക്കയാൽ വരെ ആഹാരം തരുന്ന ദൈവം. കാക്ക ആർക്കെങ്കിലും നമ്മുടെ ഉള്ള ആഹാരം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കാര്യം നമുക്കറിയത്തുള്ളൂ. ഏരിയാവിന് കാക്ക ആഹാരം കൊണ്ട് കൊടുത്ത് ശ്രേഷ്ഠമായിട്ട് നടത്തുന്നത് നമ്മൾ പാട്ടിൽ പാടുന്ന 2-ാം സ്റ്റാൻസിൽ, വിശ്വസ്തനാണ് എന്നെ വിളിച്ചവർ അവിടുന്ന് നടത്തും, എന്നെ അന്ത്യം വരെയും നടത്തും. ഏകനായിട്ട് ആയിപ്പോകുന്ന സമയത്തും ശോധനയുള്ള വേളയിലൊക്കെ നിരാശയൊന്നുമില്ല. കാരണം യേശു കർത്താവ് കൂടെ ഉണ്ട്, എൻ്റെ പിതാവ് കൂടെ ഉള്ളതിനാണ് ഞാൻ ഏകനല്ലെന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഞാൻ എന്നെ അയച്ച നാളെല്ലാം എന്നെ വീണ്ടെടുത്ത പ്രിയനെ ഞാൻ പാടും. ആ നല്ല സന്തോഷത്തെ ഞാൻ സ്തോത്രം ചെയ്യും. ആകുല ചിന്തകളൊന്നും എൻ്റെ ആവശ്യമില്ല. ആശ്വാസകാലമുണ്ട്. ആത്മാവിനായാലും നടക്കാം. കർത്താവാണ് നമ്മുടെ സമ്പത്തും വാഗ്ദത്വവും നിക്ഷേപവും ഒക്കെ. നമുക്കത് അതിനിടയിൽ നമ്മൾ 2 സ്റ്റാൻസ് പാടുമ്പോൾ ഹല്ലേലൂയ എന്നുള്ള ഒരു കോറസും ഒക്കെ വരുന്നുണ്ടല്ലോ. നമുക്കത് ചേർന്ന് നമ്മുടെ അതൊരു വ്യായാമമായി പോകാതെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ആത്മഗുണവാളനായ കർത്താവിനെ ആദ്യ സ്നേഹത്താൽ നിറഞ്ഞ് നമുക്ക് വേണ്ടി നമ്മൾ ഈ പാതയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പേ മുന്നോടിയായിട്ട് കർത്താവും വ്യസനപാത്രമായിട്ട് ദുഃഖപുത്രനായിട്ട് കർത്താവ് എല്ലാത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട് അതെല്ലാം ജയിച്ചു പോയൊരു കർത്താവ്. അതുകൊണ്ട് നിങ്ങളും ധൈര്യപ്പെടുവിൻ. സീനിയറായിട്ടുള്ള സ്റ്റുഡൻസ് പറയും, ജൂനിയേഴ്സിനോട് ഞങ്ങൾ ഈ പരീക്ഷയ്ക്ക് പാസ്സായി, കുഴപ്പമൊന്നുമില്ല, എല്ലാം പറ്റും, ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ഇതുപോലെ പഠിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ കർത്താവ് ഓൾറെഡി ആ പരീക്ഷയെല്ലാം പാസ്സായി നമ്മളോട് ധൈര്യപ്പെടുവിൻ, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, ഇനിയിൽ എനിക്ക് സമാധാനമുണ്ട്. കർത്താവിനെ ചാരിക്കൊണ്ട്
കഥാവിനെ നോക്കിക്കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടാം. കേൾക്കുന്നു നാഥനിൻ സ്വരം, മുൻപോട്ടു പോയിടാം. കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരിടും ഞാനമാർവതിൽ. കേൾക്കുന്നു നാഥനിൻ സ്വരം, മുൻപോട്ടു പോയിടാം. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തനെന്നെ വിളിച്ചതാ, നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ. ഇല്ലതെയും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാ. ആഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തനെന്നെ വിളിച്ചതാ, നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ. ഇല്ലതെയും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം, വീണ്ടെടുത്ത എൻ പ്രിയനെ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം, ആനൽ സന്തോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടിനി, ആശ്വാസകാലമതുണ്ടല്ലോ. ആത്മാവിനായി നടന്നിടാം, ക്രിസ്തു വിശ്വാസിയേ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം, വീണ്ടെടുത്ത എൻ പ്രിയനെ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം, ആനൽ സന്തോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടിനി, ആശ്വാസകാലമതുണ്ടല്ലോ. ആത്മാവിനായി നടന്നിടാം, ക്രിസ്തു വിശ്വാസിയേ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. യേശുതാൻ എന്നോടെ സമ്പത്തും, വാഗ്ദത്തമാം നിക്ഷേപവും. ഭാഗ്യമേറും പ്രത്യാശയും, തേജസ്സും പൂർണ്ണതയും. കാണുന്നു ഞാൻ സൈന്യത്തെ, ശോഭന പൂർണ്ണരാം സംഘത്തെ. വിശുദ്ധന്മാരുടെ കൂട്ടത്തെ, നിത്യ സന്തോഷത്താൽ. യേശുതാൻ എന്നോടെ സമ്പത്തും, വാഗ്ദത്തമാം നിക്ഷേപവും.
ഭാഗ്യമേറും പ്രത്യാശയും തേജസമ്പൂർണ്ണതയും കാണുന്നു ഞാൻ സൈന്യത്തെ, ശോഭനപൂർണ്ണരാം സംഘത്തെ, വിശുദ്ധന്മാരുടെ കൂട്ടത്തെ, നിത്യസന്തോഷത്തെ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. അവിടുന്ന് നമ്മുടെ സമ്പത്തായിട്ട്, വാക്തത്വമാകുന്ന നിക്ഷേപമായിട്ട്, ഭാഗ്യമേറുന്ന പ്രത്യാശയായിട്ട്, തേജസമ്പൂർണതയായിട്ട്, ആ തേജസമ്പൂർണതയോടെ ആ തേജസ്സിൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ ആത്മാവ്, ആ മഹത്വത്തിൻ്റെ ആത്മാവ് തേജസ് സമാപന കൂടാരത്തിന് മേൽ ആവസിച്ചതുപോലെ നമ്മളുടെ മേൽ, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നുകളിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ മേൽ ആവസിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ തേജസ്സിൻ്റെ സമ്പൂർണത, ശോഭനപൂർണ്ണരായിട്ടുള്ള വലിയ സംഘം വിശുദ്ധന്മാരുടെ കൂട്ടമെല്ലാം നിത്യസന്തോഷത്തിൽ കർത്താവിനെ പാടി സ്തുതിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാനുള്ള വലിയ ഭാഗ്യപദവി. അതെ അവിടുന്ന് വ്യസനപാത്രമായിട്ട് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പെയിൻ, മാക്കോവ് എന്ന് പറയുന്ന എബ്രായ പദം, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പെയിൻ, ശരീരത്തിൻ്റെ വേദന അത് മറ്റുള്ളവർക്ക് കണ്ടാലും മനസ്സിലാകുന്ന, മനസ്സിൻ്റെ ചില ഒറ്റപ്പെടലുകൾ, മറ്റുള്ളവർ ബന്ധുക്കളൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ജീവിത പങ്കാളി, ഒരുപക്ഷെ മക്കള്, ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ, എതിർത്ത് പറയുമ്പോൾ ഒക്കെ ഉള്ളൊരു മനസ്സിൻ്റെ വ്യഥ, മനസ്സിൻ്റെ വിഷമം, അത് കർത്താവിനോട് ചെന്ന് പറഞ്ഞ കർത്താവിനറിയാം. ഇതുകൊണ്ടെന്നാൽ കർത്താവ് വ്യസനപാത്രമായിട്ട് മാനസികവും ശാരീരികമായിട്ടുള്ള ആ വ്യഥ, ആ ദുഃഖപുത്രനായിട്ട് ജീവിച്ച കർത്താവ്, എന്നാൽ ആ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ ആനന്ദ അഭിഷിക്തനായിട്ട് ഒരു സ്വയം സഹതാപത്തിൻ്റെ ഒരു ലാഞ്ചനയില്ലാതെ, നിങ്ങളെന്നെ പറ്റി കരയേണ്ട ഒരു പുത്രന്മാരെ, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റിയൊക്കെ കരഞ്ഞാൽ മതി, ഞാൻ പിതാവിനെ ഹിതം ചെയ്യുന്നു, എന്നെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്ന യേശു ക്രൂശിലെടുത്ത് ദേഹമാസകലം ചോരയൊലിക്കുമ്പോഴും പ്രോപ്പറായിട്ടൊരു വസ്ത്രം പോലും ഇല്ലാതെ കർത്താവ് ക്ഷീണിതനായിട്ട്, കർത്താവിനെ സ്വന്തം ക്രൂശ് പോലും വഹിക്കാൻ പറ്റാതെ വേറൊരാളെ ക്രൂശ് കുറച്ച് ദൂരം ചുമപ്പിക്കാൻ അവർക്ക് ഏർപ്പെടുത്തേണ്ട വരത്തക്കവണ്ണം കർത്താവ് അതുപോലെ രക്തമെല്ലാം ഒലിച്ച്, രക്തമെല്ലാം വാർന്നൊഴുകി, അതുപോലെ കർത്താവ് ഡീഹൈഡ്രേറ്റഡായിട്ട്, ജലാംശമില്ലാതെ, അതുപോലെ എഴുന്നേക്കാനുള്ള ശേഷിയില്ലാതെ വന്നപ്പോഴായിരിക്കും വേറൊരാളെ, ഒരു സീമോനെ, സൈറീനായിട്ടുള്ളൊരു സീമോനെ അവർ ക്രൂശിലെല്ലാം ഏൽപ്പിക്കുക. അതുപോലെ അങ്ങനെ ആ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി കരയേണ്ട എന്ന് പറയുന്ന ആ ഒരു കർത്താവിൻ്റെ സമാധാനം, അതെ ലോകം തരുന്ന സമാധാനം, അവിടുത്തെ സമാധാനം, അവിടുന്ന് ആ ക്രൂശ് ചുമന്ന് പോകുമ്പോഴും ചട്ടവരടികളും നിന്ദകളും പരിഹാസങ്ങളും ഇതെല്ലാം ഇരിക്കുമ്പോഴും ഒക്കെ, പിതാവിനെ കൈവിടപ്പെടാൻ പോകുന്ന ആ നാഴിക അടുത്ത് വരുമ്പോഴും എല്ലാം കർത്താവിൻ്റെ സമാധാനത്തിനൊരു ലാഞ്ചന ഉണ്ടാകില്ല. പിതാവ് കൈവിട്ട് ആ 3 നാഴിക നേരെ കർത്താവ് നരകശിക്ഷ പാപമായി തീർന്നു, നരകയാതന അനുഭവിച്ചു. അവിടെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന നിലവിളിക്ക് നമുക്കറിയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അതിന് തൊട്ട് മുമ്പൂരിയും തൻ്റെ കൂടെ ക്രൂശിക്കപ്പെടുന്നവരെ കൂടെ സ്വർഗത്തിലേക്ക്, പർദീസിലേക്ക് ആനയിക്കാൻ തക്കവണ്ണം, അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, തൻ്റെ അമ്മയെ യോഹന്നാൻ അപ്പോസ്തലനെ ഫലമേൽപ്പിക്കാൻ തക്കവണ്ണം, അങ്ങനെ തൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം തൻ്റെ കഷ്ടത്തിൻ്റെ മധ്യത്തിലും, നിങ്ങളെല്ലാം വിട്ടുപോയല്ലോ, പത്രസിനോട് ചെന്ന് ചോദിക്കുന്ന എന്തിനാ എന്നെ തള്ളിപ്പറഞ്ഞെന്ന് യോഹന്നാനോട് ചോദിക്കുന്ന കർത്താവിനെയല്ല, മറിച്ച് വളരെ സ്വസ്ഥതയോടെ അവസാനം എൻ്റെ ആത്മാവിനെ പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു, എല്ലാം തെളിഞ്ഞിരിക്കുന്നു, എൻ്റെ ആത്മാവെ അങ്ങയുടെ കരങ്ങളിലേക്ക്, പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു എന്ന് സ്വസ്ഥതയോട് പറഞ്ഞ കർത്താവിൻ്റെ ആ സമാധാനം, ഐറി എന്നുള്ള ആ ഒരു ഗ്രീക്ക് വാക്കാം, ഐറോ എന്ന് പറഞ്ഞിട്ട് ജോയ്, പിതാവിനോട് ചേരുമ്പോൾ, പിതാവിനോട് ചേർന്ന യേശുവിനെ ആ സമാധാനം യേശു തനത്തിനെ വിളിച്ചു വന്നതുകൊണ്ട്
ഒരു നമ്മൾ കർത്താവിനോട് ചേരുമ്പോൾ ചാരിയുടെ ഞാൻ ആ മാർവതിൽ കർത്താവിൻ്റെ മാർവിൽ നമ്മൾ ചാരുമ്പോൾ ആ സമാധാനത്തിൻ്റെ ആത്മാവ്, സ്വസ്ഥതയുടെ തേജസ്സിൻ്റെ ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ വഴി നടത്തും. ധൈര്യത്തോടെ ഇരിക്കുവാൻ എൻ്റെ മോളെ എന്ന് പറയുന്ന കർത്താവിൻ്റെ ബസ് നമുക്ക് കേൾക്കാം. അത് കർത്താവ് ഞങ്ങൾക്ക് നീ സംഭവമാക്കി കാത്തിരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വരുമാനിരിക്കുന്ന പല കഷ്ടങ്ങളുണ്ടെങ്കിലും അത് കർത്താവ് കഷ്ടങ്ങളുണ്ട്, അതങ്ങ് പറഞ്ഞിട്ടുണ്ട്. അത് മുൻകൂർ ജാമ്യമായിട്ടുണ്ട് കർത്താവ്, മുൻകൂറായിട്ട് അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ട് കർത്താവ്. ഞങ്ങൾ അവിടുത്തെ വരവുനാൾ വരെയും ഞങ്ങളുടെ മരണ ദിവസം വരെയും ഞങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെ ഒന്നും കർത്താവ് അനുവദിക്കാതെ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടുന്ന് തലയിലെ തലമുടി പോലും എണ്ണി വെച്ചിരിക്കുന്നു എന്നുള്ള വലിയ എണ്ണി വെച്ചിരിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഓരോ തലമുടിക്കുള്ള നമ്പർ വരെ കൊടുത്ത് അത്രയധികം എന്നെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ആ ഒരു വലിയ സ്വസ്ഥതയോടെ, ആ വലിയൊരു സമാധാനത്തിൻ്റെ പൂർണ്ണതയോടെ കർത്താവായിരിക്കും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അവിടുന്ന് കർത്താവ് ക്രൂസിൽ എല്ലാവരും കൈവിടപ്പെട്ടപ്പോൾ അവിടുന്ന് കർത്താവ് തൻ്റെ പാടുകളിലും തൻ കരത്താൽ എന്ന് ഞങ്ങൾ പാട്ടിൽ പാടുന്നത് പോലെ അതെ എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് അവിടുന്ന് കർത്താവ് സ്നേഹിതരെ കൈവിടിഞ്ഞ് അത് യേശുവിനോട് ചെന്ന് പറഞ്ഞ ക്രൂസിൽ താൻ അനുഭവിച്ച ആ പാടുകളെ കർത്താവ് കാണിച്ചു തരും. അതെ, അപ്പോൾ ആ പങ്കപാടുകളിൽ കർത്താവിൻ്റെ സ്ട്രൈപ്സിനാൽ, കർത്താവിൻ്റെ ചാട്ടവാറടികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ 1 പത്രോസ് 2 അവസാനം നമ്മൾ വായിക്കുന്നത്. കർത്താവ് അവിടുത്തെ ആ പങ്കപാടുകൾ, അവിടുത്തെ ആ അധികമായിട്ടുള്ള ആഴത്തിലുള്ള ആ വേദനകളും ഗതികളും ഒക്കെ കർത്താവ് അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു കുറുമ്പുകളികളും ചെറിയ അസ്വസ്ഥതകളൊക്കെ ഒന്നുമല്ല. അതിനാൽ കർത്താവ് അവിടുത്തെ ആ കർത്താവ് പങ്കപാടുകളാൽ, അവിടുത്തെ ചാട്ടവാറടികളാൽ ഞങ്ങളുടെ കർത്താവ് ആത്മാവിലും ഞങ്ങളുടെ ദേഹിയിലും, ആത്മാവിലും ഞങ്ങളുടെ ദേഹത്തിലുള്ള കർത്താവ് കലങ്ങുന്നതിലും പ്രയാസങ്ങളും അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം അതിലെല്ലാം ഒരു സൗഖ്യം വരുന്ന കർത്താവിൻ്റെ അടിപ്പിണലുകളാൽ, അടിപ്പിണലുകളോട് കമ്പയർ ചെയ്യുമ്പോൾ കർത്താവ് ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ കർത്താവ് ആ അടിപ്പിണലോട് ചേർത്ത് നമ്മളുടെ ഭാരങ്ങളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയൊക്കെ വെക്കുമ്പോൾ അവിടെ ഒരു ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള സൗഖ്യം അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുക. കർത്താവ് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന അവിടുത്തെ അസൗകര്യത്തിന് ആത്മാവിനാൽ, സമാധാനത്തിന് ആത്മാവിനായി നിറച്ചാൽ അവിടുത്തെ കരുതൽ ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ ആത്മാവിനെപ്പോഴും പറഞ്ഞിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവ് ആശ്വാസത്തോടും അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടും അനുഭവിച്ചുകൊണ്ടേ ഇരിപ്പാൻ കഷ്ടതലും മധ്യത്തിലും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ആ കർത്താവ് 1-ാം നൂറ്റാണ്ടിലെയും പിന്നീടുള്ള പല നൂറ്റാണ്ടുകളിലേക്ക് വിശ്വാസവീരന്മാർ അവരുടെ സന്തോഷത്തോടെ പാട്ടും പാടി സിംഹതലവായിലേക്കും തീയിലേക്കും ഒക്കെ പോയതുപോലെ കർത്താവ് ഞങ്ങളും ആ ഒരു സന്തോഷപൂർണ്ണതയിൽ കർത്താവ് ആ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ഞങ്ങളെയും സഹായിക്കുന്ന സമൃദ്ധിയിലേക്ക് നടത്താനായിട്ട് അവിടുന്ന് പല വലകളും മനുഷ്യരെയും ഭാരത്തെയൊക്കെ അനുവദിക്കുമ്പോൾ, തീയും വെള്ളമൊക്കെ അനുവദിക്കുമ്പോൾ അത് സമൃദ്ധിയിലേക്ക് നടത്താനാണ്, മനസ്സിലാക്കാൻ ഞങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കഴിയുവാതാക്കുവാനാണ്, ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കാനാണ് എന്ന് കർത്താവെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാൽ കർത്താവിന് അവിടുന്ന് എന്ന് പറയുന്നത് കേട്ടെല്ലാം സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാണ് സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവിനാണ് പ്രാർത്ഥനയിലൊക്കെ സ്തുതിക്കുന്നതൊക്കെ യേശു കർത്താവിന്റെ വലിയ മാതിരിയുള്ള ആമേൻ.